അഴകിനകലെ ഒരു നാളും കുറയാതോ പുതുബോധை കണ്ണോരം തന്നായേ അടിയിടം വലമായി ഞാൻ ആടിനേൻ പെണ്ണേ இரவில் தனியே வா உனக்காகவே நானும் இருக்கேன் அழகே கலங்காதே நீ ஏனோ എന്താ എന്ത് എനിക്കിവിടെ വന്ന് ഇരുന്നൂടെ? തീർച്ചയായിട്ടും എല്ലാരും നോക്കുന്നു. അതിന് ഒന്നുമില്ല. വിഷ്മില്ലാക്കും. ആ ഓൾ ദ ബെസ്റ്റ്. ഈവനിങ് ക്ലാസ് കഴിഞ്ഞാ ഇങ്ങോട്ട് വന്നാ മതി, ഞാനിവിടെ കാണും. உன் பேர நானே சொல்லி தரவா தரவா நான் 300 மேகம் ஏறித்தா விந்தாண்டி வார உனக்கான உன் பேர நானே சொல்லி தரவா தரவா ദർശ, വാമി നിക്ക്, ഞാൻ വരുന്നു. ഡീ, നീ എന്താ ഈ കാണിച്ച്? ഹൗ ഡയർ, നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ദർശ, അത് ഞാൻ ഗെറ്റ് ലോസ്റ്റ്. ഹേയ് ഭവ്യ, ആർ യു ഓക്കെ? ഐ ആം ഓക്കെ. ഞങ്ങള് പറഞ്ഞില്ലേ അവരെ എങ്ങനെയെങ്കിലും 2 ബൈക്ക് ആക്കണം. എനിക്കറിയാം അതിന് എന്ത് വേണോന്ന്. വാമി, നീ എന്താടാ അവിടെ നിന്ന് ഇങ്ങോട്ട് വേഗം പോന്നേ? അത് പിന്നെ ഒന്നുമില്ല. അത് ചുമ്മാതെയാ, എനിക്കറിയാലോ. ആ പെണ്ണ് ദർശേട്ടനെ ഹഗ് ചെയ്തപ്പോഴാ നീ ഇങ്ങ് പോന്നേ അല്ലേ? അപ്പോ അതന്നെയാണ് നിന്റെ ഈ മൂഡ് ഓഫിനുള്ള കാരണം അല്ലേ? അതാരാന്ന് നിനക്കറിയാവോ? എനിക്ക് തോന്നുന്നേ അതാ ഭവ്യാണെന്നാ. അല്ലാതെ അത്രയും പേരുടെ മുന്നിൽ വെച്ച് ദർശേട്ടൻ അവളെ ഹഗ് ചെയ്യുവോ? മേ ബി നീയും ദർശേട്ടനായിട്ടുള്ള റിലേഷൻ അവൾ അറിഞ്ഞു കാണും. അതുകൊണ്ടാവും അവൾ അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത്. ഭവ്യ എന്നാണോ ആളുടെ പേര്? ആ, ആണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ പറയുന്ന കേട്ടോ. എന്നാലും അതിനുശേഷം എന്താ നടന്നെന്ന് അറിയാൻ കഴിഞ്ഞില്ലല്ലോ. നീ അവിടെ നിന്ന് ഇറങ്ങി വന്നോണ്ട് ഞാൻ കൂടെ ഇങ്ങ് വന്നു. തനു, എന്താടാ? ഭവ്യ ചേച്ചിയും ദർശേട്ടനും തമ്മില് ബ്രേക്കപ്പ് ആവാനുള്ള റീസൺ എന്താണെന്ന് നിനക്കറിയോ? എനിക്കെങ്ങനെ അറിയാനാ? അതൊന്നും അറിയില്ല. അതേപ്പറ്റി ആരോടെ പറഞ്ഞു കേട്ടിട്ടില്ല. നിനക്ക് ദർശേട്ടനോട് ചോദിച്ചൂടെ? ദർശേട്ടൻ പറയില്ലേ? ഞാനത് ചോദിച്ചതാ, ബട്ട് എന്നോടൊന്നും പറഞ്ഞില്ല. അതെന്താ നിന്നോട് പറയാത്തെ? അറിയില്ല, ടൈം ആകുമ്പോ എല്ലാം പറയാന്നാ എന്നോട് പറഞ്ഞേ. അപ്പോ പുള്ളിക്ക് കുറച്ച് ടൈം കൊടുക്കുന്നേ. എന്തായാലും നിന്നോട് പറയാതൊന്നും ഇരിക്കില്ല, അതുറപ്പാ. നീ വാ, മാച്ച് ഉണ്ടായോണ്ട് 2 hour ക്ലാസ് ഇല്ലായിരുന്നു. ഇനിയിപ്പോ അടുത്ത ക്ലാസ് തുടങ്ങാറായി. ലേറ്റ് ആയ അയാളുടെ ക്ലാസ് ഒന്ന് പുറത്ത് നിൽക്കേണ്ടി വരും. ഇങ്ങ് വന്നേ. തനിഷ, വാമി എവിടെ? അവള് നേരത്തെ പോയല്ലോ.
വാമി, നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ? ക്ലാസ് കഴിഞ്ഞ് അങ്ങോട്ട് വരണമെന്നല്ലേ? പിന്നെ നീ എന്താ അനുസരിക്കാത്തെ? എനിക്ക് എനിക്ക് തീരെ വയ്യായിരുന്നു, അതാ ഞാനിങ്ങ് പോന്നേ. ഹാ, എന്തുണ്ടെങ്കിലും നിനക്ക് എന്റെ അടുത്ത് പറഞ്ഞൂടെ? അല്ലേലൊന്ന് മെസ്സേജ് ഇട്ടാലെന്താ? എന്താടി ഇപ്പൊ നിനക്കൊന്നും പറയാനില്ലേ? അല്ലെങ്കിലും ഞാൻ പറയുന്നൊന്നും നിനക്ക് അനുസരിക്കാൻ വയ്യല്ലോ. സോറി മാമി, എനിക്ക് ദേഷ്യം വന്നപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. സോറി. ഞാൻ സോറി പറഞ്ഞില്ലേ? ഇനി നീ ഒന്ന് സംസാരിക്ക്. എനിക്ക് കിടക്കണം, ഞാൻ റൂമിലോട്ട് പോവാ. സ്റ്റോപ്പ്. ഞാനൊരു കാര്യം ചോദിച്ചാ എന്നോട് സത്യം പറയൂ. എന്താ? അവരുമായിട്ട് ബ്രേക്കപ്പ് ആവാനുള്ള റീസൺ എന്താ? വാമി പ്ലീസ്, എനിക്കതിനെപ്പറ്റി സംസാരിക്കാനിപ്പോ താല്പര്യമില്ല. വെറുതെ എന്തിനാ നമ്മുടെ മൂഡ് സ്പോയിൽ ചെയ്യുന്നേ? ഞാൻ എപ്പോ ചോദിച്ചാലും തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെയാ പറയുന്നേ. എനിക്കതേ പറ്റി അറിയാനുള്ള റൈറ്റ്സ് ഇല്ലേ? നിനക്കെന്താ ഇത് പറഞ്ഞിട്ട് മനസ്സിലാവാതെ? എനിക്കിപ്പോ അതേപ്പറ്റി പറയാൻ താല്പര്യമില്ല എന്നല്ലേ പറഞ്ഞേ? എത്ര പറഞ്ഞാലോ. ഒരു കാര്യം ഞാൻ പറയാം, പറയേണ്ട സമയമാകുമ്പോ ഞാൻ പറയും, അപ്പൊ അറിഞ്ഞാ മതി. ഇനി മേലാൽ ചോദിച്ചോണ്ട് വരരുത്. വാമി, എന്റെ പാസ്റ്റ് പറയാൻ ഞാനിപ്പോ റെഡിയല്ല. ഞാൻ ഓക്കെ ആവുമ്പോ നീ ചോദിക്കാതെ തന്നെ ഞാൻ പറയുന്നുണ്ട്. ബട്ട് എനിക്ക് കുറച്ച് ടൈം വേണം. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ പറയുന്നേ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാനായിട്ട് ഇനി ദർശേട്ടനോട് ഇതേപ്പറ്റി ചോദിക്കില്ല, പ്രോമിസ്. ദർശേട്ടന് ഓക്കെ ആവുമ്പോ എന്നോട് പറഞ്ഞാൽ മതി. എനിക്കറിയാം നിനക്ക് വിഷമായെന്ന്. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ ഇപ്പം ഞാൻ മൈൻഡ് ഇട്ട് ഓക്കെ അല്ല. അതുകൊണ്ടാണ്. നമ്മളെന്തിനാ ഇതേപ്പറ്റിയൊക്കെ സംസാരിച്ച് നമ്മുടെ മൂഡ് സ്പോയിൽ ചെയ്യുന്നേ? നാളെ ആരവ് വരുമല്ലേ? എനിക്കപ്പോൾ ഇവിടെ വരാൻ അങ്ങനെ പറ്റില്ലല്ലോ. സോ ഇപ്പോൾ നമുക്ക് അതേപ്പറ്റിയൊന്നും ആലോചിക്കണ്ട. ഓ, അപ്പോ നീയാണ് വാമിക. ഇപ്പൊ അവനുമായിട്ട് റിലേഷനിൽ അല്ലേ? നീ ഒന്ന് സൂക്ഷിച്ചോ. അവൻ എന്നെ യൂസ് ചെയ്തിട്ട് നൈസായിട്ട് ഒഴിവാക്കി. ബട്ട് സ്റ്റിൽ ഐ ലവ് ഹിം. നിന്നെ പോലെ തന്നെ ആയിരുന്നു ഞാനും. അവനെപ്പറ്റി ഓരോരുത്തർ പലതും പറഞ്ഞിട്ടും ഞാൻ വിശ്വസിച്ചില്ല. എല്ലാവരുടെ മുന്നിലും ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വിശ്വസിച്ച് ഞാൻ കൂടെ നിന്നു. എന്നിട്ട് അവൻ എന്നോട് ചെയ്തതോ, ബി കെയർഫുൾ. അറിയാം ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കില്ലെന്ന്. കാരണം ഞാനും അങ്ങനെയായിരുന്നു. പക്ഷേ എന്തായാലും സത്യം ഒരിക്കൽ പുറത്തു വരുമല്ലോ. നോയിക്കോ, എന്നെ യൂസ് ചെയ്ത പോലെ അവൻ നിന്നെ യൂസ് ചെയ്യും. എന്നിട്ട് ഒരു ദയം കൂടാതെ നൈസായിട്ട് ഒഴിവാക്കും. നമ്മൾ എത്ര പുറകെ ചെന്നാലും മൈൻഡ് പോലും ചെയ്യില്ല. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നേ അതാണല്ലോ. സോ എനിക്ക് പറയാനുള്ള, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. നീ അവനുമായിട്ട് സീരിയസ് ആണെങ്കിൽ ഒരു വട്ടം കൂടി ചിന്തിക്കുന്നത് നല്ലതാ. അല്ല നീയോ അവനെ കണക്ക് ടൈം പാസ് ആണെങ്കിൽ ഓക്കെ, യു ക്യാൻ എൻജോയ്.
അതുകൊണ്ടാണോ ഇതേപ്പറ്റി ചോദിക്കുമ്പോഴൊക്കെ എന്നോടൊന്നും പറയാത്തെ? ഏട്ടനും അറിയായിരിക്കോ ഇതുപോലൊരു ആളായിട്ട് ഏട്ടൻ ഫ്രണ്ട്ഷിപ്പ് വെക്കുവോ? നീ എന്താ അവളോട് പോയി സംസാരിച്ച്? നത്തിങ്, ജസ്റ്റ് കാഷ്വൽ ആയിട്ടൊന്ന് പരിചയപ്പെട്ടതാ. അങ്ങനെ നീ അവളെ പരിചയപ്പെടണ്ട. നിനക്ക് എന്നോട് എപ്പോഴും ദേഷ്യവാ അല്ല ദർശ? ഞാൻ ലീവ് കഴിഞ്ഞ് വരുമ്പോഴെങ്കിലും നമ്മൾ തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ മാറ്റണമെന്ന് കരുതിയതാ. ബട്ട് ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. സ്റ്റിൽ ഞാനിപ്പോഴും പറയണം, എനിക്ക് നമ്മുടെ പഴയ ഫ്രണ്ട്ഷിപ്പ് എങ്കിലും വേണം. അന്ന് സംഭവിച്ചത് എന്താണെന്ന് ഇനിയെങ്കിലും നീ അറിയണം. അന്നത്തെ ആ നശിച്ച പാർട്ടി കാരണമാ നമ്മള് രണ്ട് വൈക്കായി. നീ ഫോൺ വിളിക്കാൻ പോയ സമയത്താ ശിവ എന്നെ ഡ്രിങ്ക്സ് കഴിക്കാൻ ഫോഴ്സ് ചെയ്തേ. ഞാൻ വേണ്ടെന്ന് ഒരുപാട് പറഞ്ഞതാ, അവൻ കേട്ടില്ല. അവസാനം സഹികെട്ട് എനിക്ക് കഴിക്കേണ്ടി വന്നു. പക്ഷെ അതിന് പിന്നിൽ ഇങ്ങനൊരു ചതി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പിറ്റേന്ന് രാവിലെ ബോധം വന്നപ്പോഴാ തൊട്ടടുത്ത് അവൻ കിടക്കുന്നേ. ദർശ, അവനൊരിക്കലും എന്നോടിങ്ങനെ ചെയ്യുന്ന വിചാരിച്ചിരുന്നില്ല ഞാൻ. ശിവ, അവനെ ഞാൻ അങ്ങനെയൊന്നുമല്ല കണ്ടേ. പക്ഷെ അവൻ എന്നോട് ആ ഇൻസിഡന്റിന് ശേഷം അവനുമായിട്ടുള്ള പല മൊമെന്റ്സും എനിക്കെന്തോ വീടായിട്ട് തോന്നി. അവൻ്റെ നോട്ടവും ബിഹേവിയറൊന്നും ശരിയായിരുന്നില്ല എന്നൊരു തോന്നൽ. മേ ബി ഞാൻ അന്ന് ശ്രദ്ധിച്ചിരുന്നുണ്ടാവില്ല. ഇപ്പം തോന്നുന്നു അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു, അല്ലേ? നീ എന്താ ഈ പറയുന്നേ? സത്യമാണ് ഞാൻ പറയുന്നേ. അവനാ എന്നെ അന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഇനി ഇതിൽ കൂടുതൽ എന്നെ ഇങ്ങനെ വിശ്വസിപ്പിക്കണമെന്നോ മനസ്സിലാക്കിപ്പിക്കണമെന്നോ എനിക്കറിയില്ല. അവൻ അങ്ങനെയൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് നിന്നെ നഷ്ടമാവില്ലായിരുന്നു. നീ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? അല്ല, ഒരിക്കലും അല്ല. അന്ന് നടന്ന കാര്യങ്ങളൊക്കെ നീ അറിയണം എന്ന് കരുതി പറയുന്നതാ. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യങ്ങളൊക്കെ നീ അറിഞ്ഞാൽ മതി. എനിക്കത്രേ ഉള്ളൂ. നിനക്കറിയോ എന്തിനാ ശിവ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് അവനോട് എന്നെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് എന്താന്ന്? അവൻ എന്നെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഒരു രാത്രിയെങ്കിൽ ഒരു രാത്രി. അതുകൊണ്ടാ കിട്ടിയ ചാൻസിൽ അവൻ എന്നെ മുതലെടുത്ത്. എന്താ നീയൊന്നും മിണ്ടാത്തെ? എപ്പോഴും ഞാൻ പറയുന്നൊന്നും നിനക്ക് വിശ്വാസമായി കാണില്ല, അല്ലേ? ഞാൻ തന്നെയാവും നിന്റെ മുന്നിൽ എപ്പോഴും തെറ്റുകാരി. എനിക്കറിയാം. എനിക്ക് ഒന്നും വേണ്ട ദർശ. നീ പഴയ പോലെ എന്നോടൊന്ന് സംസാരിച്ചാൽ മതി. എനിക്ക് പറ്റുന്നില്ലടാ. ഇത്രയും കാലം ഇതൊക്കെ ഒന്ന് പറയാൻ പറ്റാണ്ട് ഞാൻ വീർപ്പുമുട്ടായിരുന്നു. എപ്പോഴും ഈ കാര്യം പറഞ്ഞ് നിന്റെ അടുത്ത് വരുമ്പോൾ നീ എന്നെ ആട്ടി അകറ്റുമായിരുന്നു. ഇനി എനിക്ക് പറ്റില്ലടാ. ശിവ നമ്മുടെ രണ്ടുപേരുടെയും കോമൺ ഫ്രണ്ട് അല്ലായിരുന്നോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ സ്നേഹിച്ച പെണ്ണല്ലേ ഞാൻ. എന്നിട്ട് അവൻ എന്നെ അങ്ങനെ ഒരു കണ്ണോട് കണ്ടത് എൻ്റെ തെറ്റാണോ? എന്നെ അങ്ങനെയൊക്കെ യൂസ് ചെയ്തത് എൻ്റെ തെറ്റാണോ? എന്നിട്ട് എല്ലാം അനുഭവിക്കുന്നത് ഞാനാ. എനിക്കിതൊന്നും സഹിക്കുന്നില്ല. എപ്പോഴെങ്കിലും എൻ്റെ ഭാഗത്ത് ശരി നീ മനസ്സിലാക്കണം പ്ലീസ്. ചെയ്യാത്ത തെറ്റിന് ഇനിയും നിന്റെ വെറുപ്പോ ഇഷ്ടക്കേടും താങ്ങാൻ എന്നെക്കൊണ്ട് വയ്യ. എന്നെ ഒന്ന് വിശ്വസിക്ക. ഒരാളാൽ ചതിക്കപ്പെട്ടവളാ ഞാൻ. ആ ചതി കാരണം സ്നേഹിച്ച ആൾ ആട്ടി അകറ്റിയോളൂ. എനിക്കിനിയും വയ്യ. ഞാൻ എന്ത് തെറ്റതിൽ ചെയ്തേ? ഞാൻ അനുഭവിച്ച ഓരോ സിറ്റുവേഷൻസും എന്നെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്നറിയും?
ഒരാളെന്നെ മിസ്യൂസ് ചെയ്തിട്ടും തെറ്റ് എന്റെ ഭാഗത്താ. പെണ്ണ് തന്നെയാ തെറ്റ് അല്ലേ? എനിക്ക് പറയാനുള്ളത് കേൾക്കാനോ അറിയാനോ ആരുമില്ല. ആർക്കും ഒന്നും അറിയണ്ട. എന്റെ മേൽ തെറ്റ് ചാർത്തിയാ മതി അല്ലേ? ദർശനം അങ്ങനെ ആയിരുന്നല്ലോ. എന്നെ ഒന്ന് കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ലല്ലോ. ഇപ്പോഴെങ്കിലും സത്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് കേൾക്കാൻ നിന്നല്ലോ. ഒരുപാട് നന്ദിയുണ്ട്. ഇതൊക്കെ വിശ്വസിച്ച് കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതാണ് സത്യം. എന്നെ വിശ്വസിക്കണം. ഭവ്യ, സ്റ്റോപ്പ്. ഐ ബിലീവ് യു. എനിക്ക് വിശ്വാസമാണ് നിന്നെ. ഐ എം സോറി. നിന്നെ കേൾക്കാതെ പോയതിൽ എനിക്കിപ്പോൾ ഒരുപാട് വിഷമമുണ്ട്. ഐ എം റിയലി സോറി. ദർശ, താങ്ക് യു. എന്നെ നീ ഇപ്പോഴേലും മനസ്സിലാക്കിയല്ലോ. എനിക്ക് സന്തോഷം. പഴയ പോലെ ഫ്രണ്ട്ഷിപ്പ് മതി എനിക്ക് നിന്റെ അടുത്ത്. അത് അത് നിഷേധിക്കാൻ ഞാൻ മതി. എന്റെ ചാൻസ് ഒക്കെ കഴിഞ്ഞെന്ന് എനിക്കറിയാം. ഒരിക്കലും നിങ്ങൾക്കിടയിൽ ഒരു തടസ്സമായിട്ടൊന്നും ഞാൻ വരില്ല. എനിക്ക് നിന്റെ ഫ്രണ്ട്ഷിപ്പ് അത് മാത്രം മതി. ഭവ്യേച്ചി, ഇവരെന്താ ഹഗ് ചെയ്ത് നിൽക്കുന്നേ? അവരെന്താ പറഞ്ഞേ? കരയുവാണല്ലോ. എന്നോട് ദർശനെ പറ്റി ഓരോന്ന് പറഞ്ഞിട്ട് ഇവരെന്തിനാ വേണ്ടും ദർശന്റെ അടുത്ത് പോകുന്നേ? എന്താ അവിടെ സംഭവിക്കുന്നേ? സത്യത്തില് നിങ്ങൾ ബ്രേക്കപ്പ് ആവാൻ എന്താ കാരണം ദർശേട്ടാ? എപ്പോഴാ എന്നോടതൊന്ന് തുറന്ന് പറയുക? അതറിയാത്തതുകൊണ്ട് ഞാൻ കിടന്ന് നീറിപ്പോകുകയോ. ഇപ്പൊ മുന്നിൽ ഓരോന്ന് കാണുമ്പോ എനിക്ക് വല്ലാത്ത ടെൻഷൻ. വാമി, ഞാനില്ലാണ്ട് നീ ഒത്തിരി ബുദ്ധിമുട്ടിയോടി? ഏയ്, അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലേട്ടാ. അതെനിക്ക് മനസ്സിലായി. ദർശൻ നോക്കുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? അതെന്താ ഏട്ടൻ അങ്ങനെ ചോദിച്ചേ? അത് പിന്നെ ഞാൻ അവനോട് നിന്നെ ശ്രദ്ധിക്കാൻ പറഞ്ഞതായിരുന്നല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. എന്താ അങ്ങനെയല്ലേ? നോക്കാറുണ്ടായിരുന്നു. എന്നിട്ട് നിന്റെ കോളേജിലെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാ? പറയ്, കേക്കട്ടെ. എന്ത് വിശേഷം? കുഴപ്പമൊന്നുമില്ല. പപ്പയും മമ്മയും വന്നിരുന്നു അല്ലേ? അവര് 2 ദിവസം നിന്ന് പോയി. മമ്മി വിളിച്ചായിരുന്നു. നിന്നെ തനിച്ചാക്കി ക്യാമ്പിന് പോയത് പറ്റിയിട്ടില്ല. പറയാതെ പോയതിനും എനിക്ക് ഒരുപാട് കേട്ടു. വാമി, വാമി മോളെ, ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? ഏട്ടൻ പറ. എന്തു പറ്റി? വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുവാ. നിന്റെ മൈൻഡ് ഇവിടെ ഒന്നും അല്ലല്ലോ. ഏട്ടന് ചുമ്മാ തോന്നുവാ. എനിക്ക് തോന്നുന്നൊന്നുമല്ല. എന്റെ അനിയത്തിയെ എനിക്കറിഞ്ഞൂടെ? വാമി, നിനക്ക് എന്നോടെന്തെങ്കിലും പറയണമെന്നുണ്ടോ? എന്തും. എനിക്കറിയാം എന്നോട് പറയാത്തൊരു കാര്യം നിന്റെ മനസ്സിലുണ്ടെന്ന്. ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ, പറ. എന്നോടല്ലേ? ഞാനത് അറിഞ്ഞിട്ട് തന്നെയാ ചോദിക്കുന്നേ. പക്ഷേ നീയായിട്ട് പറയുന്നത് കേൾക്കാൻ വേണ്ടിയാ കാത്തിരുന്നേ. അത് പിന്നെ ഞാനും തീർച്ചയായിട്ടും തമ്മിൽ ഇഷ്ടത്തില്ല. എന്നിട്ട് എങ്ങനെയാ ഇഷ്ടായെന്നൊന്നും എനിക്കറിയില്ല. എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു. കൂടെ വേണമെന്ന് ആഗ്രഹമുണ്ട്.
ആൾക്കും എന്നെ ഇഷ്ടമാണെന്നാ പറഞ്ഞ്. അതൊക്കെ എനിക്ക് മനസ്സിലായി. ഇപ്പം നിന്റെ പ്രശ്നം എന്താ? നീ എൻ്റെ ഹാപ്പി അല്ലല്ലോ. അതെന്താ കാരണം? അത് പറഞ്ഞേ. അത് പറഞ്ഞോ, എന്താ കാര്യം? ഏട്ടനറിയാവുന്നല്ലേ, ദർശേട്ടന് മുന്നേ ഒരു റിലേഷൻ ഉണ്ടായിരുന്നേ. അവര് ബ്രേക്കപ്പ് ആയതെന്താണെന്നൊന്നും എനിക്കറിയില്ല. അവരിന്ന് ലീവ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ദർശേട്ടനായിട്ട് സംസാരിക്കുന്നതൊക്കെ കണ്ടു. എന്തോ അവര് വന്നപ്പോ തൊട്ട് എനിക്കൊരു വല്ലായ്മ. ഭവ്യായിട്ട് ദർശൻ സംസാരിച്ചെന്നോ? അതെ, എന്താ സംസാരിച്ചെന്നും എനിക്കറിയില്ല. ഞാൻ നോക്കുമ്പോ അവര് ദർശേട്ടനെ ആക്കിയത് കരയുമായിരുന്നു. എന്തൊക്കെയോ പറയുന്നുണ്ട്, അറിയില്ല. അത് കണ്ടപ്പോ എൻ്റെ മനസ്സിന് വല്ലാതെ എനിക്കെങ്ങനെയാ പറഞ്ഞു തരണ്ടേന്ന് അറിയില്ല. എനിക്ക് മനസ്സിലായി മോളെ, നീ വിഷമിക്കൊന്നും വേണ്ട. അല്ല, നീ അവനോട് ചോദിച്ചില്ലേ എന്താ അവര് തമ്മിൽ സംസാരിച്ചെന്ന്? ഇല്ല, ഞാൻ വേഗം ഇങ്ങ് പോന്നു. എങ്കിൽ അവനിനി വിളിക്കുമ്പോ ചോദിക്കൂ. എന്തിന്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ചോദിച്ചാൽ തന്നെ പറയില്ല, എനിക്കത് ഉറപ്പാ. അങ്ങനെ പറയുവാണെങ്കിൽ അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയ കാരണം ഞാൻ എത്ര തവണ ചോദിച്ചതാ, എന്നോട് ഇതുവരെ പറഞ്ഞില്ല. അവസാനം പറഞ്ഞ് കുറച്ച് സമയം വേണം, സമയമാകുമ്പോൾ എല്ലാം പറയാന്ന്. ഇതും അതുപോലെ സമയമാകുമ്പോൾ പറഞ്ഞാൽ മതി. അവൻ അങ്ങനെ പറഞ്ഞെങ്കിൽ നീ അവന് കുറച്ച് സമയം കൊടുക്ക്. അവൻ പറയും. ഒരു കാര്യം ഞാൻ പറയാം, ഇതൊന്നും കണ്ട് മോളെ വിഷമിക്കണ്ട. ദർശനെ ആരെക്കാളും നന്നായി എനിക്കറിയാം. അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയത് എന്തിനാന്നും എനിക്കറിയാം. സോ അവനായിട്ട് പറയുന്നവരെ നീ കാത്തിരിക്ക്. ഇതൊന്നും മനസ്സിലെടുക്കണ്ട, മനസ്സിലായോ? നീ ഫുഡ് കഴിച്ചായിരുന്നു? കഴിച്ചായിരുന്നു. കിടക്കാൻ പോകുമ്പോഴാ ഏട്ടൻ വന്നേ. എന്താ ലേറ്റായേ? അത് പിന്നെ ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതാ. എങ്കിൽ ചെല്ല്, ഞാനും കഴിച്ചിട്ടാ വന്നേ. പോയി കിടന്നോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ ഇപ്പം എവിടെയാ? എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണമായിരുന്നു. ഞാൻ നമ്മുടെ സ്ഥിരം സ്പോട്ടിലുണ്ട്. ഓക്കെ, ഞാനെങ്കിൽ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാം. എന്താ നിനക്ക് പറയാനുള്ള? എന്താണെന്ന് നിനക്കറിയില്ലേ? കാര്യം എന്താന്ന് വെച്ചാൽ പറയേ. പറഞ്ഞാലല്ലേ അറിയൂ. വാമിയെ പറ്റിയാ. നീ അവളും തമ്മിലുള്ളതൊക്കെ ഞാൻ അറിഞ്ഞു. നിനക്കെന്താ അതിൽ വല്ല പ്രശ്നമുണ്ടോ? അങ്ങനെ തോന്നിയോ? നോ, ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. എൻ്റെ വാമിയെ നിനക്ക് തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എനിക്കറിയണം, നീ അവളുടെ കാര്യത്തിൽ സീരിയസ് ആണോ? അതെന്താടാ അങ്ങനൊരു ചോദ്യം? ഞാൻ മുന്നേ സീരിയസ് ആയിട്ടല്ലാതെ ഒരുപാട് എണ്ണത്തിനെ നോക്കിയ പോലെ ഉണ്ടല്ലോ. അങ്ങനെയല്ല, എനിക്ക് നിന്നെ അറിയാത്തൊന്നുമല്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ച് അവളുടെ കാര്യത്തിൽ നീ ശരിക്കും സീരിയസ് ആണോന്ന്. ലൈക്ക്, നിനക്കറിയാലോ, ഷീ സോ സെൻസിറ്റീവ്. ചെറിയ കാര്യം മതി അവൾക്ക് വിഷമം വരാൻ. സോ അവൾ വിഷമിക്കുന്നേ എനിക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചോദിച്ചതാ. അവൾ വിഷമിക്കുന്നേ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. എന്നിട്ടാണോ അവളുടെ ഇന്നത്തെ വേദന നീ അറിയാതെ പോയേ? വാട്ട് യു മീൻ? പറയാം. എന്തായിരുന്നു ആ ഭവ്യയായിട്ട് ഒരു സംസാരം? അത് പിന്നെ അന്നത്തെ ഇൻസിഡൻറ്റ് അവളുടെ മിസ്റ്റേക്ക് അല്ലെന്ന് പറയുമായിരുന്നു. മനസ്സിലായില്ല? ശിവ ഈസ് ദ റീസൺ ഓൾ ദിസ് മെസ്. അവൾക്കൊന്നും അറിയില്ലായിരുന്നു. ഈ ഫോഴ്സ്ഡ് ഹർ. മോർണിംഗ് ബോധം വന്നപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നേ. ഇതൊക്കെ
നീ വിശ്വസിച്ചോ? വിശ്വസിക്കാതിരിക്കാൻ മാത്രം ഞാൻ അതിലൊന്നും കണ്ടില്ല. ശിവ ഹിസ് എ ബാസ്റ്റേർഡ്. അവനെപ്പോലെ ഒരാളെ എൻ്റെ ഫ്രണ്ടായി കൊണ്ട് നടന്നതിൽ ഐ റിഗ്രറ്റ് സോ ബാഡ്ലി. നീ എന്താ വാമിയോടൊന്നും പറയാതെ അവളുമായിട്ട് ബ്രേക്കപ്പ് ആയതെന്താന്ന്? നത്തിങ്. എനിക്ക് സമയം വേണം. അപ്പോൾ ഞാനെല്ലാം പറയും. എനിക്ക് മനസ്സിലാവും. പക്ഷേ ഒട്ടും വൈകരുത്. അവളോട് നീ തന്നെ എല്ലാം പറയണം. ഞാൻ പറഞ്ഞല്ലോ, അവൾ സെൻസിറ്റീവാ. ചെറിയ കാര്യം മതി അവൾക്ക് വിഷമിക്കാൻ. ഇന്ന് തന്നെ നീയും ഭവ്യയും സംസാരിക്കുന്ന ആൾ കണ്ടിട്ടുണ്ട്. അതിൽ അപ്സെറ്റായിട്ട് ഇരിക്കുവാണ് അവൾ. വാട്ട്? അതിന് അപ്സെറ്റ് ആവാൻ മാത്രം എന്താ ഉണ്ട്? അവളുടെ സ്ഥാനത്ത് നിന്ന് നീ ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ അവൾക്കൊരു കാമുകനുണ്ടായിരുന്നെന്ന് കരുതുക. അവർ ബ്രേക്കപ്പായി. നിനക്കതിൻ്റെ റീസൺ അറിയില്ല. ഒരു ദിവസം അവർ തമ്മിൽ ഹക്ക് ചെയ്യുന്ന കണ്ട നിന്റെ മനസ്സിലെന്തായിരിക്കും? അത് തന്നെ ആയിരിക്കും അവളുടെ മനസ്സിലും. എടാ, അത് പിന്നെ ഞാൻ അപ്പോഴത്തെ സിറ്റുവേഷൻ എനിക്ക് നിന്നെ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. നീ ഇതുവരെയായിട്ടും പിന്നെ അവളൊന്നും വിളിച്ചില്ല അല്ലേ? അത് പിന്നെ ഭവ്യ അവളെല്ലാം പറഞ്ഞപ്പോൾ മനസ്സാകെ ബ്ലാങ്കായി. അതാ ഞാൻ ഓർത്തില്ല. എനിക്കറിയാം. നീ എന്തായാലും അവളെ ഒന്ന് വിളിച്ചു നോക്ക്. എടുക്കുന്നില്ല. കിടന്നു കാണും. അവളെ കിടന്ന ശേഷം ഞാനിങ്ങ് പോന്നേ. എന്തായാലും ഇതധികം നീട്ടണ്ട. നീ നാളെ തന്നെ അവളെ കണ്ട് സോൾവ് ആക്കിയേക്ക്. ഓക്കെ? അല്ല, നിനക്ക് എന്നോടെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. എന്തായിരുന്നു അത്? ഓ, അത് നീ ഇതുവരെ മറന്നില്ലേ? കാര്യം എന്താടാ, പറയ്. അത് പിന്നെ വാമിയുടെ ഒരു കൂട്ടുകാരിയില്ലേ, തനിഷ, തനു. അവക്ക് അവളും ഞാനും സെറ്റായി. റിലേഷനില്ല. വാട്ട് ആർ യു കിഡിങ്? സത്യാടാ. എന്തോ അവളെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു. പിന്നെ ആ ക്യാമ്പ് അതിന് പറ്റിയൊരു അവസരം എടുക്കി തന്നു. അപ്പോൾ ഞങ്ങളങ്ങ് സെറ്റായി. അത്ര തന്നെ. ഏതായാലും കൊള്ളാം. എങ്കിൽ ശരിയടാ, ഞാൻ പോട്ടെ. അവളൊറ്റക്കല്ലേ. പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എല്ലാം സെറ്റാക്ക്. ഓക്കെ, ബൈ. വാമി, കഴിഞ്ഞില്ലേ? വന്നേ, ലേറ്റ് ആവുന്നു. ദർശ, നീ എന്താ ഇവിടെ? നീ പൊക്കോ, ഞാൻ അവിടെ കൊണ്ടുവരാം. മോളെ, ഞാൻ പോകുവാ. ദർശ വന്നിട്ടുണ്ട്. നീ ഇനി അവന്റെ കൂടെ വാ. ശരിയടാ, ഞാൻ പോവാ. கொஞ்சம் பார்த்து விடு, கொஞ்சம் பேசி விடு என்று என் விழிகள் ஐயோ என திட்ட. கோடை கால மழை வந்து போன பின்னும் மாமி கேரும் என்னை தாக்கும் புயலே, இரவோடு காயும் வெயிலே, உன்னாலே உன்னாலே நூலெல்லாம் கதாடியானேனே. அடி பெண்ணே, அடி பெண்ணே, நான் விழுந்தால் உன் பாதம் சேர்வேனே. സ്റ്റോപ്പ്. പോവല്ലേ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ദർശ, എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നറിയോ?
സാർ അന്വേഷിക്കുന്നു, ഇങ്ങ് വന്നേ. എന്താ മാമി, നിനക്ക് എന്ത് പറ്റി? ആകെ മൂഡ് ഓഫ് ആണല്ലോ. നീ ഇങ്ങനെ മിണ്ടാതിരിക്കലേ, എന്താണെങ്കിലും പറ. ആ സ്റ്റോക്കർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഹേ, അങ്ങനൊന്നുമില്ല. എനിക്കൊരു പ്രശ്നമില്ല. നിനക്ക് ചുമ്മാ തോന്നുക. അത് വെറുതെയാ. കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. അത് നിന്റെ മുഖം കണ്ട ആർക്കും മനസ്സിലാക്കാൻ പറ്റും. നിന്റെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ പറയാലോ, എന്തിനാ മൂടി വെക്കുന്നേ? എടാ, അത് പിന്നെ വാമി, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അല്ലേ? നിന്നോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ? നിനക്കെന്താ വാമി, ഞാൻ പറയുന്നൊന്നും നിന്റെ തലയിലോട്ട് കേറാത്തെ? ഇവനോട് സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? വിടടാ അവളെ. അപ്പൊ താൻ പറഞ്ഞിട്ടാണ് അവള് പഴയ പോലെ എന്നോട് കൂട്ടുകൂടാത്തത് അല്ലേ? അതേടാ, ഞാൻ പറഞ്ഞിട്ട് തന്നെയാ. നിന്നോടൊന്നല്ല ഒരുത്തനോടും അവള് മിണ്ടില്ല. എടോ, അവളുടെ കയ്യിന്ന് വിടാൻ. അത് പറയാൻ നീ ആരാടാ? ഹാ, നീ ആരാണ്? വാമി, എന്നെ വിട്. കയ്യിന്ന് വിടടി. ഇനി മേലാൽ നീ അവളോട് സംസാരിക്കുന്ന ഞാൻ കണ്ട താൻ എന്ത് ചെയ്യും? ഇങ്ങനെ അധികാരം കാണിക്ക താൻ കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. അതിന് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ എല്ലാ അർത്ഥത്തിലും എന്റേതായതാ, എന്റേത് മാത്രം. ദർശ, ഇങ്ങ് വന്നേ. ഇങ്ങോട്ട് വരാൻ. വാമി, പറയുന്നോണ്ട് നിനക്കൊന്നും തോന്നരുത്. ഇതുപോലൊരാളെയാണോ നീ സ്നേഹിക്കുന്നേ? ഏതായാലും നീ അവനിട്ട് പൊട്ടിച്ചത് എനിക്ക് എന്തായാലും ഇഷ്ടായി. അവൻക്കെന്തോ അവളോടൊരു ഇഷ്ടമുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. അവളൊഴിഞ്ഞു മാറിയാലും എപ്പോഴും വാല് പോലെ ഓരോന്ന് പറഞ്ഞു കൂടുന്നേ കാണാം. അതുകൊണ്ട് പറഞ്ഞതാ. എന്റെ കാര്യത്തില് ആവർത്തിച്ചതുപോലെ നീ അവളുടെ കാര്യത്തിലും ആവർത്തിക്കരുത്. എനിക്കത്രേ ഉള്ളൂ. എന്താ ഇന്ന് ജൂനിയറുമായിട്ട് എന്തോ സീനായെന്ന് കേട്ടല്ലോ? വാമിയെ ചൊല്ലിയാണോ പ്രശ്നം? നീ എന്തേലും ഒന്ന് വാ തുറന്ന് പറയാവോ? പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവൂ. അതെ, അവളുടെ പേരിൽ തന്നെയാ പ്രശ്നം. ഒരു 100 തവണ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അവന്റെ കൂടെ കാണരുതെന്ന്. പറഞ്ഞാ മനസ്സിലാവണ്ടേ? ദർശ, അത് അവളുടെ ക്ലാസ്മേറ്റ് അല്ലേ? അതിനിപ്പോ എന്താ പ്രശ്നം? തനു പറഞ്ഞ് എനിക്കറിയാം, അവര് 3 നല്ല കൂട്ടാ. അങ്ങനെ ഒരു കൂട്ട് അവനുമായിട്ട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. അതെന്താ അവക്ക് കേട്ടാ? നീ ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോ അവക്കത് ടോക്സിക് ആയിട്ടല്ലേ ഫീൽ ചെയ്യാ? അവക്ക് എങ്ങനെ വേണേലും ഫീൽ ചെയ്തോട്ടെ, പക്ഷെ അവളെ നഷ്ടപ്പെടാൻ എനിക്ക് വയ്യ. അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നേ. നിനക്കറിയാവുന്നതല്ലേ? ഐ നോ. എടാ, നീ ഭവ്യയായിട്ട് ബ്രേക്കപ്പ് ആയതിനു ശേഷം നിനക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അത് അവക്കും മനസ്സിലാവണ്ടേ? നീ ഇതുവരെ അവളോടൊന്നും തുറന്നു പറഞ്ഞില്ല, പിന്നെങ്ങനെയാ? അതെന്താ അങ്ങനെ? ഞാനെല്ലാം തുറന്നു പറഞ്ഞാലേ അനുസരിക്കാവൂന്നാണോ? അല്ലാതെ അവക്ക് എന്നെ അനുസരിക്കാൻ വയ്യേ? എടാ, നീ ടെമ്പർ കൂട്ടണ്ട. അതിനല്ല ഞാനിങ്ങനെ പറഞ്ഞേ. അവളുടെ ഫ്രണ്ടല്ലേ അവനെ. സോ നീ അങ്ങനെ പറയുമ്പോ പെട്ടെന്നൊരു ദിവസം എങ്ങനെയാ ആ ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് വെക്കുക? നീ അതും ആലോചിക്കണ്ടേ? പിന്നെ അവളുടെ കാര്യത്തില് നിനക്കൊരു പേടിയും വേണ്ട.
എനിക്കറിയാം എന്റെ അനിയത്തിയെ. നീ എന്താ പറയുന്നേ? ആളോടുള്ള വിശ്വാസക്കുറവുകൊണ്ടാണ് ഞാൻ അവനോട് കൂട്ടുകൂടണ്ടെന്ന് പറഞ്ഞെന്നോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ പിന്നെ നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എടാ, നീ അത് കാര്യമാക്കണ്ട. അവര് ഫ്രണ്ട്സായിട്ട് ഇരുന്നോട്ടെ, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പറ്റില്ല. എന്താ നിനക്കും അത് മനസ്സിലാവാത്തെ? ഒരിക്കൽ പറ്റിപ്പോയ തെറ്റ് ആവർത്തിക്കാൻ എനിക്ക് വയ്യ. ഒരുത്തനെ എനിക്ക് വിശ്വാസമല്ല. എടാ, ഞാനൊന്ന് പറയട്ടെ? വേണ്ട, എനിക്കൊന്ന് കേൾക്കും വേണ്ട, നീ ഒന്നും പറയും വേണ്ട. എന്റെ സ്ഥാനത്ത് നീയാണെങ്കിൽ നിന്നെ കൊണ്ട് പറ്റുവോ? ഇന്നത്തെ ക്യാൻറ്റീൻ ഇഷ്യൂ ഒക്കെ ഞാൻ അറിഞ്ഞു. നീ അതൊന്നും മനസ്സിൽ വെക്കണ്ട. അവനെന്താ പറയുന്നേ, ഇപ്പൊ തൽക്കാലം നീ അത് കേൾക്ക്. മുന്നേ ആവർത്തിച്ചതൊക്കെ നിന്റെ കാര്യത്തിലും ആവർത്തിക്കുമെന്ന് പേടിച്ചിട്ടാ അവൻ അങ്ങനെയൊക്കെ പറയുന്നേ. നീ അവനെ ദേഷ്യപ്പെടുത്തണ്ട. എല്ലാം എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അവനായിട്ട് നിന്നോട് ഉടനെ തന്നെ പറയും. ഇപ്പൊ നീ മനസ്സിലാക്കണ്ടേ, അവൻ്റെ അപ്പോഴത്തെ ദേഷ്യത്തിൻ്റെ പുറത്താ അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കി. സോ നീ അവനോടൊന്ന് സംസാരിക്കുക, കേട്ടോ? ഏട്ടനിപ്പോ എന്തൊക്കെയാ പറഞ്ഞേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ദർശേട്ടൻ എന്നോട് പറഞ്ഞൂടെ? അല്ലാണ്ട് ഞാൻ എങ്ങനെയാ അറിയാ? ഇതിപ്പോ എനിക്കറിയില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? ഒന്ന് വിളിച്ചു നോക്കാം. ഏട്ടൻ പറഞ്ഞ പോലെ എന്നെ ദേഷ്യപ്പെടുത്തണ്ട. എന്തിനാ ഈ കോള് കട്ട് ചെയ്യുന്നത്? പ്ലീസ് കോൾ എടുക്ക്. ഓ, ഇത് വീണ്ടും തുടങ്ങിയോ? ഇനി ഇയാൾക്കെന്താ വേണ്ടത്? എന്തെന്നായാലും നാളെ ദർശേട്ടനോട് മനസ്സ് തുറന്ന് സംസാരിച്ചേ പറ്റൂ. അല്ലാണ്ട് എന്നെ കൊണ്ട് പറ്റില്ല ഇങ്ങനെ മനസ്സിൽ ഭാരമായിട്ട് നടക്കാൻ. ദർശേട്ടാ, പ്ലീസ് ഒന്ന് നിൽക്കൂ. ദർശ, നിന്നെ ഞാൻ എവിടൊക്കെ തെരഞ്ഞെന്നറിയോ? ഇങ്ങ് വന്നേ. മനഃപൂർവ്വം ഞാൻ വിളിച്ചിട്ട് നിൽക്കാതെ അവരുടെ കൂടെ പോയി. എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? ഞാൻ എന്താ അതിന് ചെയ്തേ? ഒന്ന് സംസാരിക്കാൻ പോലും നിങ്ങൾ വരുന്നില്ല. ഞാൻ ദർശേട്ടൻ എന്റെയാ, ഞാൻ ദർശേട്ടന്റെ. ആഹാ, ഇവരെ വീണ്ടും പഴയ കണക്കായോ? കണ്ടിട്ട് സെറ്റാരാൻ മറ്റുണ്ട്. ഫുൾ ടൈം ഇപ്പൊ രണ്ടും ഒരുമിച്ചാണല്ലോ. അതെ അതെ, അപ്പൊ മറ്റവളെ തേച്ചെന്ന് തോന്നുന്നു. അതിന് മറ്റവളായിട്ടുള്ള റിലേഷൻ അവനിവിടെ തുറന്ന് പറഞ്ഞൊന്നുമില്ലല്ലോ. എനിക്കുറപ്പാ ചുമ്മാ കൊണ്ടു നടന്നതോ. ആവശ്യം കഴിഞ്ഞപ്പോ വേണ്ടെന്ന് തോന്നിക്കാണും. അത് ശരിയാ. മാത്രമല്ല ആർക്കും ഫസ്റ്റ് ലവ് അങ്ങനെ പെട്ടെന്ന് മറക്കാനൊന്നും പറ്റില്ലല്ലോ. അതെ അതെ, ഇവരിപ്പോ സെറ്റായില്ലെങ്കിലും ഉടനെ അങ്ങനെ ഒരു ന്യൂസ് കേൾക്കുന്ന എന്റെ പ്രതീക്ഷ. നോയിക്കോ. ദർശ്, നീ എന്തിനാ
ആ ഭവ്യം കൊണ്ട് നടക്കുന്ന മറ്റുള്ളവരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ. ഇതൊക്കെ വാങ്ങി കേട്ടാ അവൾക്ക് സഹിക്കില്ല. നിന്റെ കൂടെ നിൽക്കുന്ന പോലെ മാത്രമല്ല, എനിക്ക് അവളുടെ ഇമോഷൻസിനും ഫീലിങ്സിനും വില കൊടുത്തേ പറ്റൂ. ഇനിയും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. എത്രയും പെട്ടെന്ന് അവനോട് ഇതേപ്പറ്റി സംസാരിക്കണം. ഏട്ടാ, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ദർശേട്ടനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എത്ര ദിവസമായിന്നറിയോ? എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ? കോളേജിൽ ഓരോന്ന് കേൾക്കുമ്പോ എനിക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട്. ഇനി ദർശേട്ടൻ തന്നെ വേണ്ടേ? അവര് തമ്മിൽ വീണ്ടും സെറ്റായോ? അതാണോ ഞാൻ വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കാത്ത? പറയേട്ടാ, ഏട്ടനല്ലേ ദർശേട്ടനെ നല്ല പോലെ അറിയുന്നേ. എന്നോട് പറയേ. മോളെ, നീ വിഷമിക്കണ്ട. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ഞാൻ അവനോട് സംസാരിക്കാം. കുറച്ച് ദിവസമായിട്ട് അവൻ ബിസിയാ. ഞാനും വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്തെന്നായാലും നാളെ ഞാൻ അവനോട് സംസാരിക്കാം, കേട്ടോ? ദർശേട്ടനോട് ഞാൻ ഇനി ആരോടും മിണ്ടില്ലെന്ന് പറയണേ. എന്നോടിങ്ങനെ മിണ്ടാതെ നടക്കല്ലേന്ന് പറയണേ കേട്ടോ. പറ്റാത്തോണ്ടാ. ഞാൻ പറഞ്ഞോളാം മോളെ. നീ ഇപ്പൊ ചെല്ല്. സമയം ഒരുപാടായില്ലേ. നാളെ കോളേജിലോട്ട് പോണ്ടേ? ചെല്ല്. ആരാ? അവനാണോ മെസ്സേജ് അയച്ചേ? എന്താ നീ ഒന്നും മിണ്ടാത്തെ? ആ ഫോൺ തന്നെ. ഇതാരാ? ഇത് ഒരുപാടുണ്ടല്ലോ. ആരാ ഇത്? അതേട്ടാ, ഏട്ടൻ വന്നിട്ട് പറയാന്ന് വിചാരിച്ചായിരുന്നു. കുറച്ചായി ഇയാള് എന്നെ മെസ്സേജ് ചെയ്ത് ശല്യം ചെയ്യുന്നു. ഇക്കാര്യം നീ ദർശനോട് പറഞ്ഞിരുന്നു? ഒരു ദിവസം അയാളോട് വന്നിരുന്നു. നീ ശരിക്കും പേടിച്ചു പോയി. എന്തിനു വേണ്ടി ആ സമയത്തിന് ദർശേട്ടൻ ഇവിടെ എത്തിയിരുന്നു. ആളെ കൈ കിട്ടിയതായിരുന്നു, പക്ഷേ രക്ഷപ്പെട്ടു പോയി. അന്ന് ദർശേട്ടനോട് ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞു. അതിനുശേഷം എൻ്റെ കൂടെ എവിടെ ആയിരുന്നു ദർശേട്ടൻ താമസിച്ചിരുന്നത്. എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും അയാൾ ഇങ്ങോട്ട് വന്നിരുന്നോ? ഇല്ല, അതിനുശേഷം ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ വീണ്ടും അയാളിപ്പോ മെസ്സേജ് അയക്കൽ തുടങ്ങി. ഇനി പേടിക്കണ്ട. എന്ത് വേണമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ ഇപ്പൊ ചെല്ല്. ഭവ്യ, ഐ പ്രോമിസ്, നിന്റെ കൂടെ ഞാനെന്നും കാണും. അവന് എന്ത് വിചാരിച്ചിട്ടോ എൻ്റെ വാമിയെ വിഷമിപ്പിക്കുന്നത്? ശരിയാക്കി തരാം. ഇനി എൻ്റെ വാമിക്ക് നീ വേണ്ട. ആരവേടാ, എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ? മാമി എവിടെ? ഞാൻ അവളെയും കൊണ്ട് വരാനല്ലേ പറഞ്ഞേ? അല്ലല്ലോ, എന്നോടിന്ന് വരാനല്ലേ പറഞ്ഞേ? തേൻ, അവളെ വിളിച്ചോണ്ട് വാ. എന്താ പറ്റിയേ? കാര്യം എന്താ? കാര്യമൊക്കെ ഞാൻ പറയാൻ താനു. നീ ആദ്യം അവളെ വിളിച്ചോണ്ടിങ് വാ. ഏട്ടാ, എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ? വാമി, ഞാൻ പറയുന്നേ നിനക്കനുസരിക്കാൻ പറ്റുമോ? പറ്റുമോന്നല്ല, പറ്റണോ? മനസ്സിലായോ? എന്താ ഏട്ടാ കാര്യം പറയേ. അതെ, ആരവേട്ടൻ കാര്യം പറയേ. എന്നാലല്ലേ അവൾക്ക് പറ്റൂല്ലെന്ന് പറയാൻ പറ്റൂ. പറയാം.
അവനുമായിട്ടുള്ള എല്ലാ റിലേഷനും നീ നിർത്തിക്കോണം. അവന്റെ പേര് പോലും നീ ഓർക്കരുത്, മനസ്സിലായോ? ആരുടെ കാര്യ നിങ്ങളീ പറയുന്ന ആരവേട്ട? ഋഷിയായിട്ടുള്ള കൂട്ട് വേണ്ടെന്നാണോ പറയുന്നേ? അല്ല, ദർശനമായിട്ടുള്ള കൂട്ട് വേണ്ടെന്നാ പറഞ്ഞേ. ഏട്ടാ എന്തേ പറയുന്നേ? ഞാൻ കാര്യമാ പറയുന്നേ. ഇന്ന് ഈ നിമിഷം തൊട്ട് അവനുമായിട്ട് നിനക്കൊരു ബന്ധവുമില്ല, എനിക്കും. ആരവേട്ട നിങ്ങളിപ്പോ ഇങ്ങനെയൊക്കെ പറയാൻ എന്താ കാര്യം? എന്താ അതിന്റെ റീസൺ? അങ്ങനെ ഒരു കാര്യമില്ലാതെ പറയുകയും ചെയ്യുന്ന ആളല്ല ഞാൻ. രണ്ടുപേർക്കും അതറിയാലോ. സോ ഇന്നോട്ട് മാമി, നീ അവനായിട്ട് എന്തെങ്കിലും കോണ്ടാക്ടിന് ശ്രമിച്ചു എന്ന് ഞാൻ അറിഞ്ഞ. മാമി, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അവനെ നിനക്ക് വേണ്ട, അത്ര തന്നെ. ഒരു ചോദ്യം പറച്ചിലും ഇനി വേണ്ട. ക്ലാസ്സിലോട്ട് ചെല്ല്. ഏട്ടാ അത് പിന്നെ ക്ലാസ്സിൽ പോവാമി. ഹി ഡോണ്ട് ഡിസേർവ് യു. അത്രമാത്രം നീ മനസ്സിലാക്കിയാൽ മതി. ചെല്ല്. താനോ അവളെ കൊണ്ട് പോ. എനിക്ക് പറ്റില്ല. ഏട്ടൻ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ദർശേട്ടനില്ലാതെ എനിക്കൊന്നും പറ്റില്ല. ആയിനോ ഇപ്പൊ എന്താ പറ്റിയെന്ന് എനിക്കും അറിയുന്നില്ല. ആരവേട്ടൻ എന്തുകൊണ്ടാ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് നീ വിഷമിക്കണ്ട. ഞാനൊന്ന് ചോദിച്ചു നോക്കാം. കുറച്ച് ദിവസമായി ഞാൻ മനസമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ട്. ഒരിടത്ത് ദർശയിട്ട്, മറ്റിടത്ത് മറ്റേ സ്റ്റോക്കർ. ഇപ്പതേ ആരവേട്ടൻ. എന്നെ കൊണ്ട് പറ്റുന്നില്ലടി. എനിക്ക് മനസ്സിലായി, നീ വിഷമിക്കണ്ട. ഞാൻ സംസാരിക്കാം. എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. അല്ലാണ്ട് ഇങ്ങനെയൊന്നും ആരവേട്ടൻ പറയില്ല, അതുറപ്പാ. നിനക്കും അറിയാവുന്നല്ലേ. ആരവേട്ടൻ എന്തിനാ വാവിനോട് അങ്ങനൊക്കെ പറഞ്ഞേ? അതിന് മാത്രം ഇപ്പൊ എന്തുണ്ടായേ? എന്തുണ്ടായെന്നോ? അവനിട്ട് തട്ടിക്കളിക്കാനുള്ളതല്ല എന്റെ മാമി. അതുകൊണ്ട് തന്നെയാ അവന് വേണ്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞേ. എന്തൊക്കെയാ പറയുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാലും ഒരു റീസൺ കാണുമല്ലോ, അതെന്താ? അറിയാലോ, ഒരു റീസണും ഇല്ലാതെ ഞാൻ ഇങ്ങനെ ഒന്നും പറയില്ലെന്ന്. അവൻ എന്റെ പഴയ ദർശനൊന്നുമല്ല. അവനേറ്റവും എനിക്കൊരു കൂട്ടും വേണ്ട. നിങ്ങൾ അവിടെ എവിടെയും തൊടാതെ പറഞ്ഞ എനിക്ക് വല്ല മനസ്സിലാവോ? മനസ്സിലാവുന്ന രീതിയിൽ പറ. എന്താ സംഭവിച്ചേ? പറയാം. വാമിയുടെ സങ്കടം എനിക്ക് കാണാൻ വയ്യാത്തോണ്ടാ അതേപ്പറ്റി സീരിയസ് ആയിട്ട് ഒന്നുകൂടി അവനോട് സംസാരിക്കണമെന്ന് വിചാരിച്ചേ. രാവിലെ തൊട്ട് അവനെ തിരക്കുന്നതാ, വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. അങ്ങനെ തെരഞ്ഞു നടന്നപ്പോഴാ ഞാൻ അവനെ കണ്ടേ. അവനെ മാത്രമല്ല, അവന്റെ കൂടെ മറ്റവളും. ആര്? ഭവ്യാണോ? അവരൊരുമിച്ച് ഞാനും കാണാറുണ്ടല്ലോ. അതിനിപ്പോ എന്താ പ്രശ്നം? അങ്ങനെയല്ല, ഒരുമിച്ച് ഞാനും കാണാറുണ്ട്. ബൈക്കിൽ പോകുന്നതും വരുന്നതും ഒപ്പം ഫുഡ് കഴിക്കുന്നതും എല്ലാം. പക്ഷെ ഇത് കുറച്ച് ലിമിറ്റ് വിട്ടുപോയി. എന്താ? എനിക്ക് മനസ്സിലായില്ല. നല്ലപോലെ മനസ്സിലാക്കി തരാം. ഞാൻ അവരെ എവിടെ വെച്ചാ കണ്ടെന്നറിയോ? ലൈബ്രറിയിലെ ആരും കാണാത്തൊരു മൂലയില് രണ്ടുപേരും പരിസരം മറന്ന് കെട്ടിപ്പിടിച്ചങ്ങ് നിൽക്കുവാ. അതെന്തിനാ അവരങ്ങനെ ഹക്ക് ചെയ്ത്? അതെനിക്കെങ്ങനെ അറിയാനോ? അവന്റെ എക്സ് അല്ലേ, മനസ്സ് ചാഞ്ചാടി കാണും. മാത്രമല്ല, അവളുടെ ഭാഗത്തല്ല തെറ്റെന്ന് ഇപ്പൊ അവൻക്ക് അറിയാലോ. അപ്പൊ എന്തോ ആവാം. എന്ത് തന്നെയായാലും എന്റെ മാമിയെ പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാൻ എനിക്ക് സമ്മതമല്ല, അത്ര തന്നെ. അവൻ ആരുമായിട്ട് റിലേഷൻ ആയിക്കോട്ടെ, അതൊന്നും ഇനി എന്നെ ബാധിക്കുന്ന കാര്യമല്ല. വാമിയുമായിട്ട് അവന് റിലേഷനും വേണ്ട, അത്ര തന്നെ. ആരവേട്ടാ, അങ്ങനെ ഒരു തീരുമാനം എടുക്കണോ? മാമി അവക്ക് ഒരുപാട് ഇഷ്ടാ. അപ്പോ നമ്മൾ അവളെയും കൺസിഡർ ചെയ്യണ്ടേ? ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവാനാ സാധ്യത. ഇതേപ്പറ്റി ദർശേട്ടനോട് ആരവേട്ടനൊന്ന് സംസാരിച്ചൂടെ? നോ, ഇനി ഇതേപ്പറ്റി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അവനും വാമിയും റിലേഷനിലാണെന്ന് അവൻക്ക് ബോധമില്ലേ? എന്നിട്ടാണോ ഭവ്യ തിരിച്ചു വന്നപ്പോ ഓക്കെ സമ്മതിച്ചു, അവളുടെ ഭാഗത്തല്ല മിസ്റ്റേക്ക് എന്ന് വെച്ച് വാമിയെ വിഷമിപ്പിക്കുന്ന രീതിയിലാണോ അവന്റെ കാട്ടിക്കൂട്ടല്?
അതൊന്നും എനിക്കിനി അംഗീകരിക്കാൻ പറ്റില്ല. അവൻ അവന്റെ വഴിക്ക് പോട്ടെ, അത് തന്നെ നല്ലത്. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. തനു, നിന്നോട് കൂടിയാ പറയുന്നേ. ഈ വിഷയം എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. നീ വാമിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്ക്. ഈശ്വര, ഞാൻ അവളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ? എന്തായി, നീ ഏട്ടനോട് സംസാരിച്ചോ? എന്താ ഏട്ടൻ പറയുന്നേ? എന്തുകൊണ്ടാ അങ്ങനെയൊക്കെ എന്നോട്? സംസാരിച്ചു. നിന്നോട് പറഞ്ഞു തന്നെയാ എന്നോടും പറഞ്ഞേ. ആരവേട്ടന് ആ റിലേഷൻ വേണ്ടെന്ന് തന്നെയാ പറയുന്നേ. പക്ഷെ എന്തുകൊണ്ടാ അങ്ങനെ? നീ അതേപറ്റി ചോദിച്ചില്ലേ? ചോദിച്ചപ്പോ പറഞ്ഞത് നിന്റെ സങ്കടം കാണാൻ വയ്യാത്തോണ്ട് അതേപ്പറ്റി ദർശേട്ടനോട് സീരിയസ് ആയിട്ട് സംസാരിക്കാനിരുന്നതായിന്ന്. അങ്ങനെ ദർശേട്ടനെ തപ്പിപ്പോയപ്പോഴാ ലൈബ്രറിയില് ആരും കാണാത്തൊരിടത്ത് അവരെ രണ്ടും ഹഗ് ചെയ്ത് നിൽക്കുന്ന ആരവേട്ടൻ കണ്ട്. അറിയാലോ, ഒന്നാമതേ നിന്റെ കാര്യത്തില് ആരവേട്ടൻ കുറച്ച് സെൻസിറ്റീവാ. ആകെ സ്ട്രെസ്ഡും ആയിരുന്നു. അപ്പോഴാ ഇങ്ങനൊരു കാഴ്ച. മേ ബി അത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവാനാ ചാൻസ്. എന്തു തന്നെയാലും അത് ആരവേട്ടനെ പിടിച്ചിട്ടില്ല. അതുകൊണ്ടാ നിന്നെ അവന്റെ പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് റിലേഷൻ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാനെന്താ പറയാ? അവരെന്തിനാ അങ്ങനെ ഹഗ് ചെയ്ത് നിന്നേ? എടാ, മേ ബി അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിക്കൂടെ? തമ്മിൽ ഹഗ് ചെയ്തെന്ന് കരുതി ഒരു റിലേഷൻ ആവോ? അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആരവേട്ടന്റെ ഇപ്പോഴത്തെ മൈൻഡ് ഒട്ടും ഓക്കെ അല്ല, ദേഷ്യത്തില. അതുകൊണ്ട് എങ്ങനെ ഓരോന്ന് പറയുന്നേ? നീ അത് വെച്ച് മുന്നും പിന്നും ആലോചിക്കാതെ ദർശേട്ടനായിട്ടുള്ള റിലേഷൻ ഒഴിവാക്കരുത്. അതേപ്പറ്റി നീ സംസാരിക്ക്. അതാ ഏറ്റവും നല്ലത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി ഒന്നും നീ എടുത്തു ചാടി തീരുമാനിക്കരുത്. നല്ലപോലെ ആലോചിക്ക്. ഇക്കാര്യം ഞാൻ ആരവേട്ടനോടും പറഞ്ഞു. അതിന് എന്നെ കേൾക്കാൻ നിൽക്കണ്ടേ? ആ മനസ്സിൽ മൊത്തം ഇപ്പൊ ദേഷ്യവും ഈഗോയൊക്കെ തന്നെയാ. അതുകൊണ്ട് അത് വർക്കാവാൻ പോകുന്നില്ല. സോ നീ വേണം ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ചെയ്യാൻ. വാമി, വേണ്ട, എനിക്കിപ്പോ ഒന്നും സംസാരിക്കാനില്ല. നീങ്ങുക. നീ എന്തേ പറയുന്നേ? ചെല്ല്, പോയി സംസാരിക്ക്. പ്ലീസ്, എനിക്കിപ്പോ ഒന്നും സംസാരിക്കണ്ട. നീങ്ങ വരുന്നുണ്ടോ? വാമി, നീ എവിടെ പോവാ? എനിക്ക് സംസാരിക്കണം. ഇങ്ങ് വന്നേ. ഞാനിപ്പോ ഫ്രീ അല്ല. തനു, വാ. നീ എന്ത് പണിയാ വാമി കാണിച്ചേ? നിനക്കിപ്പോ സംസാരിക്കാൻ പറ്റിയ നല്ല ചാൻസ് അല്ലായിരുന്നോ? ദർശേട്ടൻ ഇങ്ങോട്ട് വന്നേയല്ലേ, പിന്നെ നിനക്കെന്താ ഒന്ന് പോയി സംസാരിച്ച? പ്ലീസ്, എന്തോ എനിക്കിപ്പോ സംസാരിക്കാൻ തോന്നുന്നില്ല. മൈൻഡ് ഒട്ടും ഓക്കെ അല്ല, അതായിരിക്കും. ആയിനോ നിന്റെ മനസ്സിപ്പോ ഒട്ടും ഓക്കെ അല്ലെന്ന്. അത് മാറണമെന്നുണ്ടെങ്കിൽ നീ മനസ്സ് തുറന്ന് സംസാരിച്ചേ പറ്റൂ. എന്തായാലും എനിക്ക് കുറച്ച് സമയം വേണം. എന്നിട്ട് ഞാൻ സാവകാശം സംസാരിച്ചോളാം. അല്ലെങ്കിൽ ഞാനിപ്പോ പോയി സംസാരിച്ചാ ശരിയാവില്ല, അതെനിക്കറിയാം. അതുകൊണ്ടാ. ഓക്കെ, ടേക്ക് യുവർ ടൈം. ബട്ട് എന്തെന്നാലും നീ ദർശേട്ടനോട് സംസാരിച്ചിരിക്കണം. എനിക്ക് അത്രേ ഉള്ളൂ. എന്നിട്ട് വേണം നീ തന്നെ ആരവേട്ടനുമായിട്ടുള്ള ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറ്റാൻ. അവരും പഴയ പോലെ ആവണം. മനസ്സിലായോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അവര് തമ്മില് റിലേഷനിലായിരിക്കില്ലെന്ന് നീ ഉറപ്പിച്ച് പറയാൻ കാരണം എന്താ? എന്തോ എനിക്കിപ്പോ തോന്നുന്നേ ദർശേട്ടൻ എന്നൊരിക്കലും ചീറ്റ് ചെയ്യില്ലെന്നാ.
നിന്നോടുള്ള സ്നേഹം സത്യമാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. പിന്നെ ആരവേട്ടൻ, ശരിയാ, ഭവ്യയും ദർശേട്ടനും മുന്നേ ലവേഴ്സ് ആയിരിക്കാം. പക്ഷെ ഇപ്പൊ അല്ല. എന്തിന്റെ പേരിലായാലും അവർ തമ്മിലുള്ള റിലേഷൻ കട്ടായതാ. അത് കൂട്ടിച്ചേർക്കാൻ ദർശേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പുള്ളിയുടെ മനസ്സിൽ നീ തന്നെയാ. അങ്ങനെ തന്നെയാ എനിക്ക് തോന്നുന്നത്. ആരവേട്ടൻ പിന്നെ എന്നെക്കാളേറെ അവരെ പറ്റിയൊക്കെ അറിയായിരിക്കും. അതുകൊണ്ടാവും അങ്ങനൊരു സിറ്റുവേഷനിൽ അവർ ഹഗ് ചെയ്ത് നിൽക്കുന്ന കണ്ടപ്പോൾ ദേഷ്യം വന്നത്. പിന്നെ അറിയാലോ, ആരവേട്ടന് നീയാണ് പ്രയോറിറ്റി. സോ നിന്നെയിട്ട് ചീറ്റ് ചെയ്യുന്നത് ഒരിക്കലും സഹിക്കുന്ന കാര്യമല്ലല്ലോ. അതുകൊണ്ടിങ്ങനെ മുൻകൂറായിട്ട് നീയായിട്ടുള്ള റിലേഷൻ കട്ട് ചെയ്യാൻ നിന്നോട് തന്നെ പറഞ്ഞതാ. എന്നെ ചുമ്മാ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കല വാമി. കോൾ എടുക്ക്. ദർശ, ദർശ, നിനക്ക് സുഖമല്ലേ? നിന്നെ ഒരുപാട് നാളായി ഞാനൊന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അറിയാം നിനക്കെന്നോട് ദേഷ്യമാണെന്ന്, അതാ കാണാത്ത പോലെ നിൽക്കുന്നേന്നു. പക്ഷേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. Will you please stop this? നിനക്കെന്താ വേണ്ട ഇനി? എടാ, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പ്ലീസ് എന്നൊന്ന് കേൾക്കാവോ? യു ബാസ്റ്റഡ്, നിനക്ക് എന്താടാ പറയാനുള്ളേ? ഞാൻ എന്താടാ കേൾക്കണ്ടേ? പറയേ. നിന്നെ ഇനി എന്റെ ലൈഫിൽ കണ്ടുപോകരുതെന്നാ ഞാൻ ആഗ്രഹിച്ചത്. എന്നെ ഒന്ന് വിടാവോ? Just leave me alone. ദർശ, നിന്റെ ദേഷ്യം അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നീ എന്നെ ഒന്ന് പറയാൻ അനുവദിക്കണം. എനിക്ക് പറയാനുള്ളത് കൂടി നീ കേൾക്കണം. പ്ലീസ് ഡാ. നിന്റെ ആ പഴയ ശിവ തന്നെയാ ഞാൻ നിന്നെ അറിഞ്ഞോട് ചതിക്കൊന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ ഭവ്യ, അവൾ കളിച്ച കളി ഇതൊക്കെ. എല്ലാ സത്യങ്ങളും നീ അറിയണം. നീ എന്നെ ഒന്ന് കേട്ടാ മതി പ്ലീസ്. നിനക്കെന്താ പറയാനുള്ളേ? കുറെ നേരമായി ഒന്നും പറയുന്നില്ലെങ്കിൽ എനിക്ക് പോണം. പറയാം. അന്ന് ആ പാർട്ടിയിൽ വെച്ച് നീ ഇടയ്ക്ക് ഫോൺ വിളിക്കാൻ പോയില്ലേ? അറ്റ് ദാറ്റ് ടൈം ഷി വാസ് ദ വൺ ഹു ഫോഴ്സ് മീ ടു ഡ്രിങ്ക്. നിനക്കറിയാവുന്നതല്ലേ, ഐ കാൺ ടോളറേറ്റ് ആൽക്കഹോൾ. ഞാൻ ഒരുപാട് വേണ്ടെന്ന് പറഞ്ഞതാ. പക്ഷെ അവൾ എന്നെ വീണ്ടും വീണ്ടും ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നു. ആൽക്കഹോൾ കുറവാണ് ബിയർ എന്ന് പറഞ്ഞാൽ എന്നെ കുടിപ്പിച്ച്. പിന്നെ നടന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പിറ്റേന്ന് രാവിലെ ആയപ്പോഴാ എല്ലാത്തിൻ്റെ കിടപ്പ് വശം ഞാൻ മനസ്സിലാക്കിയേ. ആദ്യം ഞാനൊന്ന് പാനിക്കായി. കുടിച്ചു ബോധമില്ലാതെ ഞാൻ അവളെ ഫോഴ്സ് ചെയ്തെന്നാ അവൾ എന്നോട് പറഞ്ഞ്. അത് തന്നെയാ ഞാൻ വിശ്വസിച്ചിരുന്നതും. അവളെൻ്റെ മുന്നിൽ കിടന്ന് കരയുമായിരുന്നു. പിന്നെ നിന്നെ ഇങ്ങനെ ഫേസ് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. തെറ്റ് ചെയ്തെന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിലപ്പോൾ. മനസ്സിലെ കുറ്റബോധം കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ ആദ്യം അന്ന് എന്താ സംഭവിച്ചതെന്ന് അറിയാനാ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ അറിഞ്ഞു എല്ലാത്തിനും പിന്നിൽ അവളായിരുന്നു, ആ ഭവ്യ. മനഃപൂർവ്വം എന്നെ ട്രാപ്പ് ചെയ്തതാ.
എന്തിനെന്ന് വെച്ചാ അവൾക്കിതൊക്കെ ഒരു ടൈം പാസ്സാന്നേ. ഒരുത്തൻ്റെ മേൽ കണ്ണിട്ട എങ്ങനെയെങ്കിലും സ്വന്തമാക്കിയിരിക്കും. അവൾ അങ്ങനെ ഒരു പെണ്ണ ബിച്ച്. എന്തെന്നാലും ഈ സത്യം അറിഞ്ഞപ്പോൾ നിന്നോടിത് വന്ന് പറയണമെന്ന് തോന്നി. അതിന് ഞാൻ ഒരുപാട് നിന്റെ അടുത്ത് വരാൻ ശ്രമിച്ചു. പക്ഷേ എല്ലാം അവള് തടയിട്ടു. സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞെന്ന് അവള് മനസ്സിലാക്കി. അതുകൊണ്ട് അവളെന്നെ കാണാൻ വന്നിരുന്നു, ഭീഷണിപ്പെടുത്താൻ. ഞാൻ പറയുന്നതെന്നും ആരും വിശ്വസിക്കില്ലെന്നും, അവൻ്റെ അടുത്ത് നിന്റെ അടുത്ത് എനിക്കൊരിക്കലും സത്യം പറയാൻ പറ്റില്ലെന്ന്, അതിനവള് സമ്മതിക്കില്ലെന്നും. പക്ഷേ ഞാൻ എന്നെക്കൊണ്ടാവുന്ന വിധം നിന്നെ കാണാൻ ശ്രമിച്ചു. ആ സമയത്താണെങ്കിൽ നീ എന്നെ കാണാൻ കൂട്ടാക്കിയില്ല. നീ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കണം അല്ലേ? ഒരിക്കലുമില്ല ദർശ. അവളെന്നോട് പറഞ്ഞിരുന്നു, ഒരു ചാൻസ് കിട്ടിയാ നിന്നെ അവളെ വശത്താക്കുമെന്ന്, എങ്ങനെയെങ്കിലും പഴയ പോലെ സ്വന്തമാക്കുമെന്ന്. ഞാനിപ്പോൾ നിന്നോട് പറയുന്നത് എൻ്റെ മനസ്സിൽ ആശ്വാസത്തിന് വേണ്ടിയിട്ടാ. മാത്രമല്ല, സത്യങ്ങൾ അറിയാതെ ഒരിക്കലും നീ അവളെ വിശ്വസിക്കരുത്. അവളുടെ ചതിയിൽ ഇനിയും പെട്ടുപോകരുത്. എനിക്കത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറയുന്നതിനൊക്കെ തെളിവുകളുണ്ട്. അന്നത്തെ CCTV വിഷ്വൽസ്, അവളെന്നെ ഫോഴ്സ് ചെയ്ത് ആ റൂമിലോട്ട് കൊണ്ടുപോകുന്നതും എല്ലാം. എനിക്ക് ബോധമില്ലായിരുന്നു. ഇതാ നോക്ക്, ഞാൻ നിൻ്റെയൊക്കെ അയക്കാം. അപ്പോൾ നിനക്ക് വിശ്വാസമാവുമല്ലോ. വാട്ട് എ ബീച്ച്. അവയ്ക്ക് ഇത്ര ധൈര്യമോ? പിന്നെ നിന്നെ മാത്രം എന്താ അവളെ വിടാതെ എന്നറിയോ? ദിവ്യപ്രേമം കൊണ്ടൊന്നുമല്ല. ആഗ്രഹിച്ചതിൽ നിന്നെ മാത്രം അവൾക്ക് ഫിസിക്കൽ റിലേഷനിൽ കിട്ടാതെ പോയി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിന്നെ കിട്ടിയെന്നുള്ള വാശി അവൾക്ക്. ഒരു തവണയെങ്കിൽ ഒരു തവണ. അതിനുവേണ്ടി ഏതറ്റം വരെ അവൾ പോവും. ഇതൊക്കെ അവൾ എന്നോടന്ന് പറഞ്ഞതാ. അതവളുടെ സ്വപ്നത്തിൽ പോലും സംഭവിക്കില്ല. കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. വാമി, എനിക്ക് നിന്നോട് സംസാരിക്കണം. എത്ര ദിവസമായി നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നു? അതെന്തിനാ? പറയ്. പറ വാമി, എന്താ നിന്റെ പ്രശ്നം? മറ്റവനോട് ഇനി മിണ്ടരുതെന്ന് പറഞ്ഞതിനാണോ? ആരാവേട്ടാ, വാമി വന്നില്ലേ? വരാതെ പിന്നെ. അവള് ക്ലാസ്സിലോട്ട് പോന്നല്ലോ, അവളെ കണ്ടില്ലേ? ഇല്ലെന്നേ. കണ്ടെങ്കി ഞാൻ നിങ്ങളോട് ചോദിക്കോ? ഞാൻ കരുതി ഇന്ന് അവളിനി ലീവായിരിക്കുമെന്ന്. അവള് വന്നെങ്കി പിന്നെ ഇതെവിടെ പോയി? അവളെവിടെ പോവാനാ? ആ ക്യാൻറ്റീനിലോ ലൈബ്രറിയിലോ കാണും. വാ നോക്കാം. നീ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, നിന്നെ നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ടാ. വാമി, നീ എന്താ ഇവിടെ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരാൻ. ആരോ? ആളെ വിട്, ഞാൻ സംസാരിക്കുന്ന കണ്ടില്ലേ? അത് പറയാൻ നീ ആരാടാ? ഇങ്ങോട്ട് വാ വാമി. എന്താ മാമി ഇത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇനി നിങ്ങളെ ഞാൻ ഒരുമിച്ച് കാണരുതെന്ന്, ഒരു കോണ്ടാക്റ്റും വേണ്ടെന്ന്? നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവാത്തെ? ആരാവേട്ടാ, എന്താ ഇത്? അവരൊന്ന് സംസാരിച്ചെന്ന് വെച്ചെന്താ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിച്ചു തന്നെയല്ലേ ക്ലിയർ ചെയ്യാ. നീ മിണ്ടരുത്.
ഇവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം സപ്പോർട്ട് ചെയ്യുന്നോ? എന്തൊക്കെ ഈ പറയുന്നേ? നാളെ ഇതുപോലൊരു സിറ്റുവേഷൻ നമുക്കിടയിൽ വന്നാലോ? ഇതുപോലെ ഞാനും നിങ്ങൾക്കൊരു ചാൻസ് തരരുത് അല്ലേ? എന്താ ഇപ്പൊ ഒന്നും മിണ്ടാനില്ലേ? ആരോടാ, എന്ത് പ്രശ്നമാണെങ്കിലും അതിന് രണ്ട് വശമുണ്ട്. ഇവര് തമ്മിൽ സംസാരിക്കട്ടെ, അപ്പോഴല്ലേ കാര്യങ്ങൾ ക്ലിയർ ആവൂ. നമ്മളാരാ ഇവരോട് അത് വേണ്ട ഇത് വേണമെന്നൊക്കെ പറയാൻ? അത് അവരുടെ ലൈഫല്ലേ. ഇനി എന്താ നിന്റെ തീരുമാനം മാമി? ദർശേട്ടനോട് സംസാരിച്ചോ? എന്താ പറഞ്ഞേ? എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറ. ഒന്നുകിൽ നീ നിന്റെ ഏട്ടൻ പറയുന്ന കേൾക്ക, അല്ലെങ്കിൽ നിന്റെ മനസ്സ് പറയുന്ന കേൾക്ക. ഇതിലേതാ നിനക്ക് വേണ്ടത്? നിനക്ക് ദർശേട്ടനെ വിട്ടുകളയാൻ പറ്റുന്നാണെങ്കിൽ അങ്ങനെ ചെയ്യേ, അല്ലെന്നുണ്ടെങ്കിൽ നിന്റെ ഏട്ടൻ പറയുന്ന പോലെ കേൾക്ക്. ഏട്ടനെ വിഷമിപ്പിക്കാൻ എനിക്കാവില്ല. എനിക്കറിയാം ആ മനസ്സില് എന്നോടുള്ള കൺസേൺ. പക്ഷെ ദർശേട്ടനെ എനിക്ക് വിട്ടുകളയാൻ പറ്റില്ല. ഇതൊന്നും വ്യക്തമായ മറുപടിയല്ല. എനിക്ക് വയ്യ. സത്യത്തില് നിങ്ങൾ ഏട്ടന്റെ അനിയത്തിയുടെ ഇടയിൽ കിടന്ന് നെട്ടോട്ടോടി എനിക്ക് മതിയായി. നീ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്ക്. നിന്റെ ഏട്ടനെ നിനക്ക് വിഷമിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ ദർശേട്ടനെ നീ വിട്. അതേ പറ്റൂ. അല്ലാണ്ട് വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല. അങ്ങേർക്ക് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. പറഞ്ഞില്ലേ ഞാൻ, എനിക്ക് ദർശേട്ടനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. എനിക്ക് ദർശേട്ടനില്ലാതെ പറ്റില്ല. ഇനി എന്തുകൊണ്ടാ നിനക്ക് പറ്റാത്ത? നിങ്ങൾ റിലേഷനായിട്ട് അധികമൊന്നും ആയില്ലല്ലോ. അതൊക്കെ സിമ്പിൾ ആയിട്ട് മറന്നോളൂ. നീ വേണ്ടെന്ന് വെച്ചേക്ക്, അതാ നല്ലത്. നിനക്ക് തന്നെ ഒരു ഉത്തരമില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? പ്ലീസ്, എനിക്ക് ദർശേട്ടനില്ലാതെ പറ്റില്ല. അത് മനസ്സിലാക്ക്. അതെന്തുകൊണ്ടാന്നാ ഈ ചോദിച്ചേ? അത് ഞാനും ദർശേട്ടനും എല്ലാം കൊണ്ട് ഒന്നായവരാ. എനിക്കിനി ആ സ്ഥാനത്ത് വേറെ ആരെയും കാണാൻ പറ്റില്ല. വാട്ട്? നീ എന്താ ഉദ്ദേശിച്ചേ? നിങ്ങൾ തമ്മില് ഫിസിക്കലി? അതെ. ഓ ഗോഡ്, അതിനുള്ള ധൈര്യമൊക്കെ നിനക്കുണ്ടായിരുന്നോ? ഇത് ഞങ്ങളുടെ ആ പാവം പിടിച്ച വാമി തന്നെയാണോ? ഐ കാൺട്ട് ബിലീവ്. സോ നിനക്ക് ദർശേട്ടനില്ലാതെ ഇനി പറ്റില്ല. അങ്ങനെയെങ്കിൽ നീ തന്നെ ആരോടനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്ക്. എന്നെ കൊണ്ടാവുന്ന പോലെ ഞാനും അങ്ങേരോട് സംസാരിക്കാം. മനസ്സിലായാ മതിയായിരുന്നു. എന്തായാലും നീ വാ. പാവം, അവളുടെ മൈൻഡ് ആകെ ഡിസ്റ്റർബാന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയിൽ ഞാനും കൂടെ. ഷേ വാമി. എന്താ? ഒന്നുമില്ല മോളെ. നീ നാളെ വീട്ടിലോട്ട് പോക്കോ. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. അയ്യോ, ഞാൻ വീട്ടിൽ പോയാ ക്ലാസ് ഒക്കെ മിസ്സാവില്ലേ? നാളെ ഒരു ദിവസത്തെ ലീവല്ലേ, സാരമില്ല. പിന്നെ സൺഡേ സാറ്റർഡേ ഏതായാലും ലീവാ. അതുകൊണ്ട് മൺഡേ മോർണിംഗ് നീ ഇങ്ങ് വന്നാൽ മതി. ഏട്ടൻ വരുന്നുണ്ടോ? വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വരാൻ പറ്റില്ല. വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. നീ എന്തായാലും നാളെ മോർണിംഗ് പോക്കോ. എന്നാ ശരി, ചെല്ല്. ഓരോന്ന് ആലോചിച്ചിരിക്കണ്ട, നാളെ രാവിലെ പോകാനുള്ളതല്ലേ. നീയോ? നീ എന്തിനാ ഇവിടെ വന്നേ? ആരോ? നീ എന്താ ഈ പറയുന്നേ? വാമി എവിടെ? എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. എന്തിനാടാ നീ അവളോട് സംസാരിക്കുന്നേ?
നീ സംസാരിച്ചതൊക്കെ മതി, ഇനി അതൊന്നും വേണ്ട. പോവാൻ നോക്ക്. ആരോ, നിന്റെ പ്രശ്നം എന്താ? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. വാവ്, അതൊക്കെ ശ്രദ്ധിക്കാനുള്ള സമയമുണ്ടോ നിനക്ക്? ഏതായാലും ഇനി ആ ശ്രദ്ധ വേണ്ട. പഴയ ആളെ കിട്ടിയില്ലേ, അവളെയും കൊണ്ട് നടന്നാ മതി. എന്റെ അനിയത്തിയുടെ പിറകെ വരരുത്, മനസ്സിലായോ? മൈൻഡ് യുവർ വേർഡ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ മൈൻഡ് യുവർ ആക്ഷൻസ്. അവളെ തിരക്കി ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല. പോവാൻ നോക്ക്. എന്താടാ, നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞേ? സോറി ശിവ, ഞാൻ സത്യങ്ങളൊന്നും അറിയാതെ നിന്നെ അകറ്റി നിർത്തി. ഐ എം റിയലി സോറി. നിന്നോട് അന്നതൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. ഇറ്റ്സ് ഓക്കെ മാൻ. നമ്മൾ തമ്മിൽ എന്തിനാ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നിന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ബിഹേവ് ചെയ്യൂ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. കുറച്ച് വൈകിയാണെങ്കിലും നിന്റെ തെറ്റിദ്ധാരണ എനിക്ക് മാറ്റാൻ പറ്റിയല്ലോ. ഐ എം സോ ഹാപ്പി. ദർശ, നീയും നമ്മുടെ ആരവിൻ്റെ സിസ്റ്ററുമായിട്ട് റിലേഷനിലാണോ? ഞാൻ അങ്ങനെ ഒരു ന്യൂസ് കേട്ടല്ലോ. അതെ ബ്രോ, ഷി വാസ് യുവർ ഫസ്റ്റ് ക്രഷ്, റൈറ്റ്? അന്നേ ഞാൻ നിന്നോട് പറഞ്ഞില്ല ദർശ, അവളെ അങ്ങ് സെറ്റാക്കാൻ. അപ്പൊ നിനക്ക് ഒടുക്കത്തെ പേടി. ആരെ പറഞ്ഞാ പ്രശ്നാവോ, ആരവനെ ചതിക്കാൻ വയ്യാന്ന്. ഇപ്പൊ എന്തായി? നീ അവളായിട്ട് സെറ്റായിരുന്നെങ്കിൽ ആ ഭവ്യ നിന്റെ ലൈഫിലോട്ട് വരില്ലായിരുന്നു. ഇങ്ങനെ ഒരു പ്രശ്നവും നമുക്കിടയിൽ ഉണ്ടാവില്ലായിരുന്നു. ആക്ച്വലി അന്ന് അവളെ മറക്കാൻ വേണ്ടിയിട്ട് തന്നെയാ ഭവ്യവുമായി ഒരു റിലേഷൻഷിപ്പ് തന്നെ. ഞാൻ വിചാരിച്ചില്ല അതിങ്ങനെയൊക്കെ ആവുന്നു. ബട്ട് ഇപ്പോൾ വീണ്ടും അവൾ എൻ്റെ ലൈഫിലോട്ട് വന്നു. അപ്പോൾ ആരെയും പേടിച്ച് വിട്ടുകൊടുക്കാൻ എനിക്ക് തോന്നിയില്ല. അതാടാ ഞാനും പറഞ്ഞേ, ഈ തീരുമാനം നീ നേരത്തെ എടുക്കണമായിരുന്നു. നമ്മുടെ ആരവല്ലേ, അവനെ പേടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ടിപ്പോ എന്തായി? അവൻ എന്തേലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. എന്താടാ നീ ഒന്നും മിണ്ടാത്തെ? അല്ല, എന്നിട്ടിപ്പോ നിങ്ങളുടെ റിലേഷൻ എങ്ങനെ പോകുന്നു? സെറ്റല്ലേ? എന്തുപറ്റി? സത്യം പറഞ്ഞ ശിവ, അവളായിട്ടുള്ള റിലേഷൻ ബ്രേക്ക് ആയതിനു ശേഷം എനിക്ക് ആരും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഒരു റിലേഷന് താല്പര്യവും. അങ്ങനെ ഇരിക്കുമ്പോഴാ വാമിയുടെ കടന്നുവരവ്. എത്രയൊക്കെ ഞാൻ അടക്കി വെച്ചിട്ടും എൻ്റെ സ്നേഹം അവളെ കാണുന്ന ഓരോ നിമിഷവും പുറത്തോട്ട് വന്നുകൊണ്ടിരുന്നു. പിന്നീട് ആലോചിച്ചപ്പോൾ അവളെ ഇനി ആർക്കും വിട്ടുകൊടുക്കണ്ടെന്ന് തോന്നി. അതങ്ങനെ വരത്തുള്ളൂടാ. സത്യം പറഞ്ഞാൽ നമ്മളൊരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ അത് അത്ര പെട്ടെന്നൊന്നും മനസ്സിന്ന് പോവില്ല. അതിന് ഏറ്റവും ഉദാഹരണമാണ് ഭവ്യയായിട്ടുള്ള നിന്റെ റിലേഷൻ. അവൾ പോയതിലല്ല നിന്റെ സങ്കടം. കാരണം നീ അവളെ സ്നേഹിച്ചിട്ടില്ല. സ്നേഹിക്കാൻ ഒരുപാട് ശ്രമിച്ചു. ബട്ട് ഐ നോ നിന്റെ മനസ്സിൽ എത്രയൊക്കെ ആയിട്ടും അവൾ അങ്ങനെ പതിഞ്ഞിട്ടില്ലെന്ന്. അവളെ നിന്നെ ചതിച്ചതിലുള്ള സങ്കടമാണ് നിനക്ക്. ഒരുത്തി കാരണം നീ ചതിക്കപ്പെട്ടല്ലോ എന്നുള്ളത്. പിന്നെ ഞാനും അതിനൊക്കെ ഒരു നിമിത്തമായി, അത്ര തന്നെ. എന്തായാലും നിങ്ങളിപ്പോൾ സെറ്റായാലോ, എനിക്കത് മതി. എന്താടാ, എന്ത് പറ്റി? നീ എന്തോ ഓക്കെ അല്ലാത്ത പോലെ? എനി ഇഷ്യൂസ്? അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമല്ല. ഭവ്യമായിട്ടുള്ള റിലേഷൻ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞാൻ വാമിയുടെ കാര്യത്തിൽ കുറച്ചധികം കൺസേൺ ആയിരുന്നു. അവളോട് ആരും സംസാരിക്കുന്ന പോലും എനിക്കിഷ്ടമല്ല. എനിക്ക് അവളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. അത് പക്ഷേ അവക്കോ അല്ലെങ്കിൽ കാണുന്നവർക്കോ ടോക്സിക് ആയിട്ടൊക്കെ തോന്നാം. പക്ഷെ അതല്ലായിരുന്നു എൻ്റെ മനസ്സിൽ. പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ കൂടെ അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവനോട് സംസാരിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. അതെത്ര പറഞ്ഞിട്ടും അവൾക്ക് മനസ്സിലാവുന്നില്ല. അവസാനം ഞങ്ങൾ തമ്മിൽ ചെറിയ ഇഷ്യൂ ആയി. ഇപ്പോൾ
ആരോ എന്തിനൊക്കെ പേരിൽ എന്നോട് അടഞ്ഞിരിക്ക. അടോണോ ഇപ്പോൾ അവള് ഇവിടെ ഇല്ല. എനിക്ക് അവളൊന്ന് കണ്ട് അതൊക്കെ ഒന്ന് ശരിയാക്കണമെന്നുണ്ട്. ഓ അത് ശരി. അല്ല, അവളെവിടെ പോയതാ? നാട്ടിൽ പോയതാണോ? ആണെന്ന് തോന്നുന്നു. അതെന്താടാ, നീ അന്വേഷിച്ചില്ലേ? അല്ല, ആരവന് എന്താ പ്രശ്നം? അവന് നിങ്ങളുടെ റിലേഷനിൽ ഓക്കെ അല്ലേ? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഞാൻ അന്വേഷിച്ചു. അപ്പോഴാ അവൻ എന്തൊക്കെയോ എന്നോട് ദേഷ്യമുള്ള പോലെ. അവന് ഞങ്ങളുടെ റിലേഷനിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഞങ്ങളിതേപ്പറ്റി സംസാരിച്ചതാ. പെട്ടെന്ന് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഏതായാലും നീ ആരവനായിട്ടൊന്ന് സംസാരിക്ക്. എന്തുണ്ടെങ്കിലും പറഞ്ഞു തീർക്കാലോ. എടാ, ശരിക്കും നിങ്ങൾ സെറ്റായോ പഴയ പോലെ? യാ റിയലി? അത് കൊള്ളാം. അല്ലേലും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു നീ ഒന്ന് ആഗ്രഹിച്ച അത് ഏത് വിധേനയും സെറ്റ് ആക്കുമെന്ന്. അതെ അതെ, നിന്റെ കയ്യിൽ നിന്ന് ഒരിക്കൽ വഴുതി പോയതല്ല അവൻ. ഇപ്പൊ നിന്റെ കയ്യിലേക്ക് തന്നെ വന്നു. നീ കൊള്ളാടി മോളെ. അല്ല, അപ്പോ മറ്റവളുടെ കാര്യം എന്തായി? അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയോ? എടി പൊട്ടി, ഇവര് തമ്മിൽ സെറ്റ് ആയെങ്കിൽ അതേപ്പറ്റി ആലോചിക്കാൻ എന്താ? ഉറപ്പല്ലേ അവര് തമ്മിൽ ബ്രേക്കപ്പ് ആയെന്ന്? അതെ അതെ, ഇപ്പൊ കോളേജിലെ മൊത്തം നിങ്ങളല്ലേ സംസാര വിഷയം. ഇതൊക്കെ കണ്ടവർക്ക് സഹിക്കുന്നുണ്ടാവില്ല, എവിടെയെങ്കിലും പോയി കരയുന്നുണ്ടാവും. ആ ദർശ, എന്തായിരുന്നു അവിടെ സംസാരം? ഓ അതോ, ഇപ്പൊ നമ്മളെ പറ്റിയാണല്ലോ റൂമേഴ്സ്. അപ്പൊ അവര് ചോദിക്കായിരുന്നു നമ്മളെ വീണ്ടും സെറ്റ് ആയോന്ന്. ഞാൻ പറഞ്ഞു നമ്മൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ നല്ല ഫ്രണ്ട്സ് ആണെന്ന്. മുഖത്ത് നോക്കി കള്ളം പറയുന്നു. നീ ഞാൻ വിചാരിച്ചതിലും കള്ളിയാണെന്ന് എനിക്കറിയാം. ഇത് ഞാൻ പൊളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് അവര് തമ്മിൽ എന്തോ ഉണ്ടെന്ന്. ഇനിയും നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ലെങ്കിൽ ഞാൻ എന്ത് പറയാനാ? നമ്മൾ അവര് സംസാരിക്കുന്നത് കേട്ട പോലെ അവനും കേട്ടിട്ടുണ്ട്, അത് ഉറപ്പാ. നമ്മളത് കണ്ടതും അവനക്ക് നല്ല പോലെ അറിയാം. എന്നിട്ടും എന്ത് കൂളായിട്ടാ അവന് ഭവ്യയുടെ അടുത്ത് ചെന്ന് സംസാരിച്ചത് നോക്കിയേ. അവളതാ ചിരിച്ചു കളിക്കുന്നു. ഇതൊക്കെ കേട്ടിട്ടും ഇങ്ങനെയാണോ നമ്മളെ മുന്നിൽ വെച്ച് അവൻ റിയാക്ട് ചെയ്യേണ്ടത്? അല്ലല്ലോ. അതാ പറഞ്ഞേ, അവർ തമ്മിൽ സെറ്റ് ആയിട്ടുണ്ട്, അത് ഉറപ്പാ. ഈ കേൾക്കുന്നതൊന്നും സത്യമല്ലെന്ന് നിങ്ങൾ വിശ്വസിക്കണ്ട, സത്യമാണ്. അങ്ങനെ തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. പക്ഷേ ദർശേട്ടൻ, എനിക്കറിയില്ല വാമി, ഇതൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടോ? നിനക്ക് തോന്നുന്നുണ്ടോ ദർശേട്ടൻ നിന്നെ? കണ്ടോ, അവക്കും ബോധ്യായി. അതാ ഒന്നും മിണ്ടാതെ പോയെ. കുറച്ച് ദിവസമായി ഇവൻ ഇവിടെ കിടന്ന് കറങ്ങുന്നു. എനിക്ക് മനസ്സിലാവില്ലെന്നാ വിചാരം. ശരിയാക്കി തരാം. നീ അവളെ കാണാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. നീ എന്തൊക്കെ വിചാരിച്ചാലും അവളെ നിനക്ക് കിട്ടില്ല. നിന്നെ പോലെ ഒരുത്തനെ എന്റെ വാങ്ങിക്കിനി വേണ്ട.
ആരോ ആ ദർശൻ, അപ്പൊ ഇത് നീയല്ലേ? ഇതാരപ്പോ? ഐ എം ഡാം ഷുവർ ഹീസ് ദ വൺ ഹൂ സ്റ്റോക്കർ വാമി. ഇവനെ കൈ കിട്ടാൻ കാത്തിരിക്കുമായിരുന്നു ഞാൻ. വിടനെ. ഇവനോ? ഇത് വാമിയുടെ ഫ്രണ്ട്. ഋഷി, സോ നീയായിരുന്നു ഇവിടെ ശല്യം ചെയ്തോണ്ടിരുന്നേ അല്ലേ? താനെന്താടാ പറയുന്നത്? അത് ഞാനൊന്നുമല്ല, ഞാൻ ജസ്റ്റ് വാമിയെ കാണാൻ വന്നതാ. ഓ റിയലി? വാമിയെ കാണാൻ നീ എന്തിനാടാ കള്ളന്മാരെ പോലെ വരുന്നേ? അത് പിന്നെ ഈ സമയമായതുകൊണ്ടാ ഞാൻ. ഈ സമയത്തിനെന്താ പ്രശ്നം? എങ്ങനെ വരികയാണെങ്കിലും മാന്യന്മാരെ അതൊക്കെ വരാൻ നിനക്കറിയില്ലേ? ഇതൊക്കെ താൻ എന്തിനാ ചോദിക്കുന്നേ? അതിന്റെ ആവശ്യം തനിക്കില്ലല്ലോ. ഞാൻ ചോദിക്കുന്നു, നീ എന്തിനാടാ എന്റെ പെങ്ങളെ നട്ടപ്പാതിരാത്രിക്ക് ഒരുമാതിരി കള്ളന്മാരെ പോലുള്ള ഫാൻസി ഡ്രസ് ഇട്ട് വന്നേ? നിനക്ക് നേരെ ചൊവ്വ വരാൻ പാടില്ലേ? അതാരവേട്ട ഞാൻ. നിക്ക് വാമി, നിന്റെ ഫോണിങ്ങെടുത്ത്. നീയല്ല ആ സ്റ്റോക്കർ എന്ന് ഉറപ്പല്ലേ? എന്താടാ ഇപ്പോഴും നീ പറയുവോ നീയല്ല അവളെ ഡിസ്റ്റർബ് ചെയ്ത സ്റ്റോക്കർ എന്ന്? പറയടാ. അതെ, ഞാൻ തന്നെയാ. അതെനിക്ക് വാമിയെ ഒരുപാട് ഇഷ്ടമുണ്ടായിട്ടാ. ഇഷ്ടം? നീയൊക്കെ ഒരു ഫ്രണ്ടാണോടാ? അവള് നിന്നോട് ഇക്കാര്യം പേടിച്ചു വന്ന് പറഞ്ഞിട്ടില്ലേ? ഋഷി, നീ ആയിരുന്നോ അത്? എന്തിനാ എന്നോട്? അവളോട് ഇഷ്ടമാണത്രേ. ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അത് പറയാൻ പഠിക്കണം, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കണം. അല്ലാതെ ഇതുപോലെ ഫ്രോഡ് പരിപാടി കാണിക്കുകയല്ല വേണ്ടത്. ഇപ്പൊ നീ അവളുടെ ഫ്രണ്ട്ഷിപ്പ് പോലും ഡിസേർവ് ചെയ്യുന്നില്ല, ഇഡിയറ്റ്. അതിനവൻ ഇനി പറഞ്ഞിരുന്നെങ്കിലും വാമി അവൻക്ക് കിട്ടില്ല, ബിക്കോസ് ഷീസ് മൈൻ. അത് പറയാൻ നീ ആരാടാ? നീയോ അവളും തമ്മിലിപ്പോ റിലേഷൻ ഒന്നും അല്ലല്ലോ. നീ നിന്റെ പാട് നോക്കിപ്പോ. നിന്റെ മറ്റവളില്ലേ, അവളുടെ അടുത്ത് പോയാൽ മതി. ഇത് ഞങ്ങളെല്ലാരും കൂടി തീരുമാനിച്ചോളാം. എനിക്ക് വാമിയെ കിട്ടുമല്ലെന്ന് നീ നോക്കണ്ട. എന്താ വാമി, ഞാൻ പറഞ്ഞ സത്യമല്ലേ? നിങ്ങൾ തമ്മിലിപ്പോ റിലേഷൻ ഒന്നും ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടും ആ ചീറ്ററേക്കാൾ ബെറ്റർ ഞാനല്ലേ? സത്യം പറഞ്ഞ നിന്നെ കണ്ട ഉടനെ എനിക്കിഷ്ടായതാ. നിന്നോടത് പറയാൻ പേടിയായിട്ടാ. ഞാൻ അറിയാം ഇതൊരു ചെറ്റത്തരായിപ്പോയി, പക്ഷേ എൻ്റെ അവസ്ഥ അതായിരുന്നു. നീ മനസ്സിലാക്കണം. എനിക്കൊരു ചാൻസ് തന്നൂടെ? ഒരിക്കലും അവനെപ്പോലെ ഞാൻ ആവില്ല, ഐ പ്രോമിസ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിട്ടാ. നിർത്തടാ. ഞങ്ങൾ തമ്മിൽ റിലേഷൻ ബ്രേക്ക് ചെയ്തെന്ന് നിന്നോടാരാ പറഞ്ഞേ? അതിപ്പോ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? കോളേജില് മൊത്തം പാട്ടല്ലേ നീയും ആ ഭവ്യം കൂടി അയിഞ്ഞാടുന്നേ. എന്തായാലും നിന്നെ സമ്മതിക്കണം. ഇവളുള്ളപ്പോഴല്ലേ നീ അവളുടെ അടുത്ത് പോയെ, എന്നിട്ട് മൊത്തം കൊഞ്ചിക്കൊഞ്ഞ് നടന്നേ. നാണമില്ലല്ലോ നിനക്ക്? ഛേ, ഇവനെ പോലെ ഒരു വൃത്തികെട്ടവൻ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയത് എന്തുകൊണ്ട് നന്നായി മാമി. നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. എങ്ങനെയല്ലെന്നാ മാമി നീ പറയുന്നേ? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഈ ചീറ്ററേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഞാനാ. അല്ലെങ്കിൽ ആരവേട്ടൻ പറയട്ടെ. നിന്നോട് ആരവേട്ടൻ തന്നെ പറഞ്ഞതല്ലേ ഇവനായിട്ട് ഒരു റിലേഷൻ വേണ്ടെന്ന്? ആരവേട്ടൻ പറ. ശരിയാ, ആരോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് പക്ഷെ അവന് സത്യങ്ങൾ അറിയാത്തതുകൊണ്ടല്ലേ. അതിന് താനേതാ? ശിവ.
ശിവ, നീ നീ എപ്പോ വന്നു? ഞാൻ കുറച്ചു ദിവസമായിട്ടാ നാട്ടിൽ വന്നിട്ട്. ശിവയെ കണ്ടിട്ടെന്താ ദർശന് ഒരു ദേഷ്യവും തോന്നാത്തെ? അവരെ മുന്നേ കണ്ടിരുന്നു. ആരോ, നിന്റെ മനസ്സിലെ സംശയങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അതുപോലെ ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രശ്നങ്ങളും. അതിനുത്തരം കഴിയാൻ ഒരു പരിധിവരെ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുനോക്കൂ, അപ്പോൾ മനസ്സിലാവും. ഭവ്യ അവളെല്ലാത്തിനും കാരണം. അവൾ ചതിക്കുമായിരുന്നു, എന്നെയും ഇവനെയും. ഇതാണ് സത്യം. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇവർക്കിടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയതും അവൾ തന്നെയാ. എനിക്കുറപ്പാ. അതുകൊണ്ട് വാമി, ആരോ, നിങ്ങൾ രണ്ടുപേരും ഭവ്യെ വിശ്വസിക്കരുത്. പഠിച്ച കള്ളിയാ അവള്. അവൾ ആഗ്രഹിച്ചത് സ്വന്തമാക്കാൻ ഏതറ്റം വരെ അവൾ പോവും. ഈ കാര്യങ്ങളൊക്കെ ഞാൻ വന്ന ഉടനെ ദർശനെ കണ്ട് സംസാരിച്ചതാ. അവനിപ്പോ എല്ലാ സത്യങ്ങളും അറിയാം. എല്ലാം അറിഞ്ഞു വെച്ചിട്ടും അതുപോലെ അല്ലായിരുന്നല്ലോ ഇവന്റെ പെരുമാറ്റം അവളോടുള്ള. അതെന്തിനായിരുന്നു എന്ന് നീ നാളെ അറിയും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. എന്താ ദർശ്, എന്തിനാ കാണണമെന്ന് പറഞ്ഞ്? എന്ത് പറ്റി? ഒരു കാര്യമുണ്ട്. എന്താടാ കാര്യം പറ. നീയും വാമിയായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ? കാര്യം എന്താന്ന് വ്യക്തമാക്കി ഞാൻ പറഞ്ഞാൽ മതിയോ മാഡം? ശിവ ശിവ ഇവനെന്താ ഇവിടെ? എന്തു പറ്റി? എന്നെ കണ്ടപ്പോ നിനക്കൊന്നും അറിയണ്ടേ? നീ എന്താടാ ഇവിടെ? നിന്നെ എന്റെ മുന്നില് കണ്ടുപോരുന്നെന്ന് ഞാൻ അന്ന് പറഞ്ഞതല്ലേ? നീ കാരണം ഞാനും ദർശൻ ഇന്നീ അവസ്ഥയിൽ. റിയലി? അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിന്റെ പോലൊരു സ്ലറ്റിന്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചെടുത്തതിൽ. ചറയാതടി. അതിനു മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കണ്ടാലോ? വെയിറ്റ് എ സെക്കൻഡ്. ഇല്ല, ഇതൊന്നും സത്യമല്ല ദർശ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇതൊക്കെ ഇവൻ ക്രിയേറ്റ് ചെയ്തതാ. ഇതൊന്നല്ല സത്യം. ഓ, എങ്കിൽ നീ പറ, ഏതാ സത്യം? അത് പിന്നെ ഞാനന്ന് പറഞ്ഞില്ലേ, അന്ന് ഇവനാ എന്നെ അങ്ങനെയൊക്കെ. ഓക്കെ, അവിടെ പോയി അന്നത്തെ CCTV ഫോട്ടേജ് നോക്കിയാലോ? എന്ത് പറയുന്നു? അതിന്റെ ആവശ്യം എന്താ? ഞാൻ പറഞ്ഞതാ സത്യം. അതവിടെ പോയി നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവനാ എല്ലാം ചെയ്തു വെച്ചേ. മിണ്ടരുത്. നീ എന്താടി എന്നെ പറ്റി വിചാരിച്ചേ? എന്നെ അങ്ങ് പൊട്ടനാക്കാന്നോ? ദർശ, നീ എന്തൊക്കെയാ പറയുന്നേ? ഇവൻ പറയുന്നത് കേട്ടിട്ടാണോ എന്നെ നീ? നിർത്തടി നിന്റെ അഭിനയം. എനിക്കറിയാം നീ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വന്തമാക്കാൻ എന്ത് തറ പരിപാടിയും ചെയ്യുമെന്ന്. വൃത്തികെട്ടവൾ. എന്താ ഭവ്യ മേഡം, ഒരിക്കലും ആരും സത്യങ്ങളൊന്നും അറിയില്ലെന്ന് വിചാരിച്ചോ? എന്നെ ആരും കേൾക്കാൻ നിൽക്കില്ലെന്ന് വിചാരിച്ചോ? അവിടെയാ നിനക്ക് തെറ്റുപറ്റി പോയത്. ശരിയാ, എനിക്കും തെറ്റുപറ്റി. അന്ന് നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും എൻ്റെ അടുത്ത് തന്നെയാണോ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നതെന്ന് ഞാൻ സംശയിച്ചു. പിന്നീട് അതെനിക്ക് ബോധ്യമായി.
അവള് വീണ്ടും വന്നേക്കുന്നു ഓരോ കള്ളക്കഥയായിട്ട് വല വീശി പിടിക്കാൻ. അവനതിന് ഇനി കിട്ടില്ല മോളെ. സത്യം പറഞ്ഞ എന്റെ ദേഹത്തെ കുറച്ച് ചെളി പുരണ്ടാലും നിന്നെപ്പോലൊരു സ്ലട്ടിന്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചെടുക്കാൻ പറ്റിയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അവര് തമ്മിലുള്ള റിലേഷൻ ബ്രേക്ക് ചെയ്യാൻ നീ ഒരുപാട് കളിച്ചെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് നിന്റെ ഈ അഭിനയം അങ്ങ് നിർത്ത്. അതേടാ, ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് നേടിയെടുത്തിരിക്കും. അതെന്റെ മിടുക്ക. അതുകൊണ്ട് തന്നെയാ ആഗ്രഹിച്ച നിന്നെ ഒരു ദിവസത്തിന് അന്നത്തെ നൈറ്റ് ഞാൻ ട്രാപ്പാക്കിയേ. പിന്നെ എന്റെ കയ്യിൽ നിന്ന് വഴുതി പോയത് ദർശ. അതുകൊണ്ടാ വീണ്ടും അവന്റെ പിന്നാലെ ഞാൻ വന്നേ. അത് ലൈഫ് ലോങ് കൂടെ കൂട്ടാനോ സ്നേഹം കൊണ്ടൊന്നുമല്ല. ഇതുപോലൊരു നൈറ്റെങ്കിൽ നൈറ്റ് ഞാൻ ആഗ്രഹിച്ചത് അവനെയാ. അതുകൊണ്ട് വേണ്ടി മാത്രമാ വീണ്ടും ഞാൻ വന്നേ. നീയൊക്കൊരു പെണ്ണാണോ? തൊട്ടുപോകരുത് അവളെ. തൊട്ട ആ കൈ ഞാൻ വെട്ടും. ഓ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർന്നോ? നിനക്കറിയോ വാമി, ഇവനെ ഞാൻ ആഗ്രഹിച്ച പോലെ എന്റെ ആഗ്രഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നീ വേണ്ട, നീ തന്നെ എടുത്തോ. നീ എന്താ പറഞ്ഞേ? ഞാൻ എന്താണോ അവന്റെ അടുത്ത് നിന്ന് ആഗ്രഹിച്ചേ അതെനിക്ക് മതി വരുവോളം കിട്ടിയിട്ടുണ്ട്. ഇനി നീ അവനെ എടുത്തോ, എനിക്കൊരു പ്രശ്നവുമില്ല. അതേടി. നീ എന്താ വിചാരിച്ചേ? നീ പറയുന്നതൊക്കെ ഞാൻ അങ്ങ് വിശ്വസിക്കുമെന്നോ? ദേ ഇയാള് നിന്നെയല്ല ഒരുത്തേയും തൊട്ടിട്ടില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ അതെന്നെ മാത്രമായിരിക്കും, എന്നെ മാത്രം. അതുപോലെ നീ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഉണ്ടായിരുന്നു ദേഷ്യവും വാശിയും സങ്കടവും ഒക്കെ. അതൊക്കെ ആ സമയത്ത് വന്ന് തീർക്കേണ്ട ആൾ തീർത്തിട്ടുണ്ട്. നിന്നെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞതും ദർശേട്ടൻ എന്റെ അടുത്ത് വന്നിരുന്നു. എനിക്കിപ്പോ നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല. എന്തിനാ എന്നോട് അങ്ങനെയൊക്കെ ചെയ്ത്? നിങ്ങളില്ലാതെ എനിക്ക് പറ്റുന്നില്ല. എനിക്കറിയാം നീ മനഃപൂർവ്വ എന്റെ കോൾ എടുക്കാത്തേന്ന്. വാമി, പ്ലീസ് ബാൽക്കണിയിലെ ഡോർ ഓപ്പൺ ചെയ്യൂ. എന്താ ബാൽക്കണിയിലെ ഡോർ തുറക്കാനോ? ദർശിട്ടൻ എവിടെ വന്നിട്ടുണ്ടോ? ദർശിട്ടൻ എന്താ മാമി, നിനക്ക് എന്റെ കോൾ എടുത്താ? ആര് കേട്ടാലും എനിക്ക് പ്രശ്നമല്ല. ഇത്രയും ദിവസം ഞാൻ പ്രാന്ത് എടുത്തിരിക്കായിരുന്നു. എന്തിനാ നീ എന്നെ ഇഗ്നോർ ചെയ്തേ? പറയാൻ. നീ എന്താ ഒന്നും മിണ്ടാത്തെ? പറയാൻ. ഓക്കെ, then tell me, എന്തിനാ നീ എന്നെ ഇഗ്നോർ ചെയ്തേ? മറ്റവനോട് ഇനി സംസാരിക്കരുതെന്ന് പറഞ്ഞതിനാണോ? ബട്ട് വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിങ്സ്? എനിക്കത് ഇഷ്ടമല്ല. നിന്നെ നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ടാ, അല്ലാണ്ട് ഞാനൊരു ടോക്സിക് പേഴ്സൺ ഒന്നും അല്ല. വാമി, എന്റെ ക്ഷമ നീ നശിപ്പിക്കരുത്. നീ ഇങ്ങനെ മിണ്ടാതിരിക്കാതെ വാ തുറന്നൊന്ന് പറയാൻ. ഞാൻ എന്താ പറയണ്ടേ? തീർച്ചയായിട്ടും ഇപ്പോ ഞാൻ ആരുമല്ലല്ലോ. ഇപ്പൊ അവളല്ലേ, അവളുടെ കൂടെയല്ലേ നടപ്പ്. ഞാനിതിൽ കൂടുതൽ എന്ത് പറയാനാ? എനിക്കറിയില്ല. നീ എന്തൊക്കെയാ വാമി പറയുന്നേ? പിന്നെ ഞാൻ എന്താ പറയണ്ടേ? അതോടി ദർശേട്ടൻ പറ. ഞാൻ ഋഷിയോട് സംസാരിക്കുന്നത് എന്നെ നഷ്ടാവുന്നുള്ള പേടിയോണ്ടാണെന്ന് പറഞ്ഞില്ലേ?
അപ്പോ എന്റെ അവസ്ഥയോ? ആ ഭവ്യേച്ചി നിങ്ങളുടെ എക്സ് അല്ലേ? അപ്പോ നിങ്ങൾ അവളുടെ കൂടെ സംസാരിക്കുകയും അവളുടെ കൂടെ 24 മണിക്കൂർ ചുറ്റിക്കറങ്ങുകയും ചെയ്യുമ്പോ അതും എന്റെ മുന്നിലൂടെ ഞാൻ എന്താ വിചാരിക്ക? എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഞാൻ വിളിച്ച ഫോൺ എടുക്കാറില്ല. അപ്പൊ എന്റെ മാനസികാവസ്ഥയോ? എനിക്കുമില്ലേ ആ പേടി? നിങ്ങൾ എനിക്ക് നഷ്ടാവോന്ന് എന്താ അതൊന്നും ആലോചിക്കാത്തെ? പിന്നെ നിങ്ങളോട് ഞാൻ എത്ര തവണ ചോദിച്ചു ദർശേട്ടാ, എന്തുകൊണ്ടാ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയതെന്ന്? അപ്പൊ എന്താ പറഞ്ഞേ? സമയമായിട്ടില്ല പറയാം. ഓക്കെ, ഞാൻ കാത്തിരുന്നില്ലേ? എന്നിട്ട് ഇതുവരായിട്ട് നിങ്ങൾ പറഞ്ഞോ? ഇപ്പോഴും നിങ്ങൾക്ക് സമയമായി കാണില്ല, എനിക്കറിയാം. എക്സ് വരുന്നു, ഫ്രണ്ട്ഷിപ്പ് കൂടുന്നു, എന്നെ ഇഗ്നോർ ചെയ്യുന്നു. ഇതിൽ പറയാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് മനസ്സുണ്ട്, അത് വേദനിക്കും. അതുകൊണ്ട് തന്നെയാ ഞാൻ ദർശേട്ടനെ കണ്ടില്ലെന്ന് അടിച്ചേ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇനി നിങ്ങൾക്ക് എന്നെ വേണ്ടേ? വേണമെങ്കിൽ അത് പറ, ഞാനങ്ങ് പൊക്കോളാം. എന്താ ഇപ്പൊ ഒന്നും പറയാനില്ലേ? എന്താ ദർശേട്ട എന്നെ വേണ്ടേ? വേണ്ടാത്തോണ്ടാണോ? പറ. എന്താ വാമി പറയുന്നേ? നിന്നെ എനിക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. ഒരിക്കൽ അങ്ങനെ വേണ്ടെന്ന് വെച്ചതാ. ഇനി അതിന് എനിക്ക് ഒരിക്കലും പറ്റില്ല. പിന്നെ എന്റെ ഭാഗത്തെ മിസ്റ്റേക്ക് എനിക്കറിയാം. ഞാനും ആ ഭവ്യയായിട്ട് ബ്രേക്കപ്പ് ആവാനുള്ള കാരണം ഞാൻ നിന്നോട് പറയാം. സത്യം പറഞ്ഞ എനിക്കാരെയും വിശ്വാസമില്ല. നീയുമായിട്ട് റിലേഷൻ ആയപ്പോൾ നിന്നോടുള്ള കൺസേൺ എനിക്ക് കൂടി. അതുകൊണ്ടാ നിന്നെ നഷ്ടമായിരുതെന്ന് കരുതിയിട്ടാ അവനോട് സംസാരിക്കരുതെന്ന് പറഞ്ഞേ, അല്ലാതെ വേറൊന്നുമല്ല. ശിവ വന്ന് ഈ സത്യങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവള് പറഞ്ഞത് ഞാൻ ഇപ്പോഴും വിശ്വസിച്ചിരുന്നേനെ. അതൊക്കെ എനിക്ക് മനസ്സിലായി. എന്നിട്ട് എന്തിനാ അവളുമായിട്ട് കൂട്ടുകൂടെ? എന്നെ ഇഗ്നോർ ചെയ്ത് എന്തിനാ? പറയ്. അത് ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിനാ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. നീ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ. നീ ഇല്ലാതെ എനിക്ക് പറ്റുമോ? ഇല്ല, ചുമ്മാ പറയുക. അങ്ങനെയെങ്കിൽ ആരവേട്ടം പറഞ്ഞതോ? നിങ്ങള് അവളായിട്ട് ലൈബ്രറിയില് കെട്ടിപ്പിടിച്ച് നിൽക്കുമായിരുന്നു. അതെന്തിനാ? ഞാനോ? എപ്പോ? വേണ്ട, കള്ളം പറയണ്ട. എന്റെ ഏട്ടൻ കണ്ടതാ. എന്റെ ഏട്ടൻ എന്നോട് കള്ളൊന്നും പറയില്ല. അതുകൊണ്ടാ നിങ്ങളുമായിട്ടൊരു കൂട്ടുവേടെന്ന് ഏട്ടൻ ശാഠ്യം പിടിച്ച്. പറ, അതെന്തിനായിരുന്നു? എനിക്ക് മനസ്സിലായില്ല. ആരോ കണ്ടെന്നോ? എപ്പോ? അതെ, എന്റെ ഏട്ടൻ കണ്ടതാ. എന്റെ വിഷമം കാണാനാവാതെ നമ്മളെ പറ്റി സംസാരിക്കാൻ നിങ്ങളടുത്ത് വന്നായിരുന്നു ഏട്ടൻ. അപ്പോഴാ ആരും കാണാത്തൊരു ഏരിയയില് നിങ്ങള് ലൈബ്രറിയിൽ വെച്ച് അവളെ കെട്ടിപ്പിടിക്കുന്ന ഏട്ടൻ കണ്ടേ. ഇവളെന്തൊക്കെ ഈശ്വര പറയുന്നേ? ഞാൻ അവളെ ഹക്ക് ചെയ്തെന്നു, അതും ലൈബ്രറിയിൽ വെച്ച്. അതെപ്പോഴാ? ആ, അതോ? അതാ ഭവ്യയുടെ മുത്തശ്ശിക്ക് സുഖമില്ലെന്നും പറഞ്ഞ് ഹോസ്പിറ്റലായപ്പോ കോള് വന്നു. അപ്പോൾ അവള് കരഞ്ഞോണ്ട് വന്ന് എന്റെ നെഞ്ചത്തോട്ട് കയറിയതാ. അല്ലാണ്ട് ഞാൻ അവളെ ഹഗ് ചെയ്തൊന്നുമല്ല. സത്യമാണോ? സത്യമായിട്ടും ഞാൻ അവളെന്നെ കയറി ഹഗ് ചെയ്യുന്നൊന്നും വിചാരിച്ചില്ല. ഞാനൊന്ന് സ്റ്റക്കായി പോയി. എന്നെ പറ്റിക്കുവല്ലോ. ഞാൻ എന്തിനാ നിന്നെ പറ്റിക്കുന്നേ? നിനക്കറിയോ, ഒരിക്കൽ നിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചതാ. സത്യത്തിൽ ഭവ്യയെ ഞാൻ ഒരിക്കൽ പോലും സ്നേഹിച്ചിട്ടില്ല. അവളെ സ്നേഹിക്കുന്നത് പോലും നിന്നെ മറക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്താ? എനിക്ക് മനസ്സിലായില്ല. സത്യമാവാമി, ഞാൻ നിന്നെ ഇപ്പോഴല്ലേ ഇഷ്ടപ്പെടുന്നേ. ആരവിൻ്റെ കൂടെ ആദ്യമായിട്ട് ഞാൻ നിന്റെ വീട്ടിൽ വന്നപ്പോൾ നിന്നെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പക്ഷേ നീ എന്നെ ഒരു നോട്ടം കൊണ്ട് പോലും കടാക്ഷിച്ചില്ല. പോകെ പോകെ ആ ഇഷ്ടം കൂടി. പക്ഷേ സ്വന്തമാക്കാനൊരു പേടി. ആരവായിരുന്നു മുന്നിലെ തടസ്സം. അവന് അതേത് രീതിയിലെടുക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനൊരു കോട്ടം തട്ടുമെന്ന് പേടിച്ചിട്ടാ ആ ഇഷ്ടം വേണ്ടെന്ന് വെച്ച്. അതിനു വേണ്ടിയിട്ടാ ഭവ്യയായിട്ട് ഞാൻ റിലേഷനിലായി. ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിന് ഞാൻ അപ്പം അറിയിച്ചില്ലല്ലോ. ഇപ്പൊ എനിക്ക് അറിയിക്കണം തോന്നി, അറിയിച്ചു, സ്വന്തമാക്കി. So, I'm your first love. Yeah,
ഫസ്റ്റ് ഓർ ലാസ്റ്റ്, ബട്ട് യു ആർ ദ വൺ. ഒരു പാതി കഥവ് നീയടി, മറുപാതി കഥവ് നാനടി. பார்த்து கொண்டு திறந்திருந்தோம், சேர்த்து வைக்க காத்திருந்தோம். ஒரு பாதி கதவு நீயடா, மறுபாதி கதவு நானடா. தாழ்த்திறந்து காத்திருந்தோம், காற்று வீச பார்த்திருந்தோம். நீ என்பதே கதவு நீயடி, மறுபாதி கதவு நானடி. பார்த்து கொண்டே திறந்திருந்தோம், சேர்த்து வைக்க காத்திருந்தோம். ஒரு பாதி கதவு நீயடா, மறுபாதி கதவு நானடா. தாழ்த்திறந்தே காத்திருந்தோம், காற்று வீச பார்த்திருந்தோம். മോളെ, വാമി വാമി, എഴുന്നേറ്റില്ലേ? ഇത് എന്തൊരു ഉറക്കുക? എഴുന്നേറ്റേ. വരുന്നു മമ്മി. അയ്യോ, ദർശേട്ടൻ എവിടെ പോയോ? എപ്പോ? വാമി മോളെ, ഇതൊന്ന് തുറക്ക്. നീ ഫ്രഷ് ആയിട്ട് താഴോട്ട് വാ, ഒരു കാര്യം പറയാനുണ്ട്. ആ മമ്മി, ഞാൻ വരാം. മമ്മി പൊക്കോ. എന്നാലും ഈ ദർശേട്ടന് എപ്പോഴാ പോയേ? എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോനെ? നീ കൊറേ ആളെ ഇങ്ങോട്ട് വന്നിട്ട് എന്തെങ്കിലും കുടിക്കാതെ എങ്ങനെയാ പോകുന്നേ? മമ്മി. ആ മോളെ, മാമി നീ വന്നോ? എത്ര നേരം ഞാൻ വിളിക്കുന്നു. ഇങ്ങ് വന്നേ. ഇത് ആരാ വന്നിരിക്കുന്നു നോക്കേ? നിന്റെ ഏട്ടന്റെ ഫ്രണ്ടാ ദർശൻ, നിനക്കറിയില്ലേ? കാതോരമായി ഊഞ്ചൽ കൊട് പെണ്ണെ, ഉൻ കമ്മൽ പോലാ നാടുവേ. കാലോരമായി സിരയിൽ. അതെന്ത് വർത്താനല്ല ചു, അവക്കറിയാതിരിക്കുന്ന എങ്ങനെയാ? ഇപ്പൊ അവരെല്ലാരും ഒരു കോളേജിലല്ലേ? ഇവിടെ പോയില്ലേ? മോളെ, നീ എന്താ ഞാൻ ചോദിച്ചതിന് മറുപടി പറയത്? നീ ഇന്ന് തിരിച്ചു പോകുന്ന കാര്യം എന്താ പറയാഞ്ഞേ? നാളെ പോകുന്നല്ലേ നീ പറഞ്ഞിരുന്നേ? അത് പിന്നെ മമ്മി, അത് പിന്നെ ആന്റി, വാമിക്ക് ഇതേപ്പറ്റി അറിയില്ല. എനിക്ക് ഇന്നലെ അത്യാവശ്യമായിട്ട് നാട്ടിലോട്ട് പോരേണ്ട ആവശ്യം വന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ആരവാ പറഞ്ഞേ വാമിയും കൊണ്ട് വരാൻ. നാളെ ഇനി അവൾ ഒറ്റയ്ക്ക് വരണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. അതേതായാലും നന്നായി മോനെ. അവൾ ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ആരെങ്കിലും കൂടെ പോകുന്നതാ. അതെ, അല്ലെങ്കിൽ പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. എന്നിട്ട് നിങ്ങൾ എപ്പോഴാ പോകുന്നേ? വൈകിട്ടാണോ? അല്ല, ഒരു അരമണിക്കൂറിനുള്ളിൽ ഇറങ്ങണം. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അയ്യോ, സമയമില്ലല്ലോ മോളെ. മാമി ഇങ്ങ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്. മാമി പോയിട്ട് നിന്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാം. മാമി. ഞങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ടാ ഞങ്ങളന്ന് തിരിച്ചു വന്നേ. അതിനുശേഷമുള്ള ഞങ്ങളുടെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? അതിപ്പോ പറയാനുണ്ട് ദർശ. ഇവളേക്കാൾ മികച്ചതാവും
അതെനിക്കുറപ്പാ. ഇപ്പൊ മനസ്സിലായില്ലടി, നിന്നേക്കാൾ അഭിനയിക്കാൻ എനിക്കും അറിയാന്ന്. ആ ഷോയും കൊണ്ട് നീ ഇങ്ങ് വന്ന ഇതുവരെ കണ്ട ദർശനയാവില്ല നീ ഇനി കാണാൻ പോന്നെ. അത് മോൾ ഓർത്തു വെച്ചോ. ആരോ? വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിനക്കിപ്പോഴും എന്നെ വിശ്വാസമില്ലേ? നിനക്കെങ്ങനെയാ തോന്നിയത് ഞാൻ വാമി ഉപേക്ഷിച്ച് അവളുടെ കൂടെ പോകുന്നു? അറിയാം, എൻ്റെ ഭാഗത്ത് തെറ്റുകളുണ്ട്, എൻ്റെ ഓരോ ബിഹേവിയറാണ് നിനക്കങ്ങനെ ഒരു ചിന്ത വരാൻ കാരണമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനതൊന്നും മനസ്സ് പോലും വിചാരിച്ചില്ല. ആരോ? എന്താടാ, മതിയാക്ക്, എല്ലാ പ്രശ്നവും തീർന്നില്ലേ? ഇനിയിപ്പോ നിങ്ങൾക്കിടയിൽ ഞാൻ ആദ്യമായിട്ടാ നിങ്ങളെങ്ങനെയൊക്കെ കാണുന്നത്. അതിന് എനിക്കെന്ത് പ്രശ്നമുള്ളേ? എനിക്കാരോടൊരു പ്രശ്നവുമില്ല, എന്നും കൂടെ നിന്നിട്ടേ ഉള്ളൂ. പക്ഷെ കൂടെ നിൽക്കുന്നവന് എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല. ആ ഒരു സങ്കടം, അന്ന് എൻ്റെ മാമിയുടെ സങ്കടം കാണാൻ വയ്യാത്തോണ്ടാ അവനോട് അതേപറ്റി സംസാരിക്കാൻ പോയെ. അങ്ങനെ കണ്ടപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചു, അതുകൊണ്ടാ അങ്ങനെ ഒരു തീരുമാനം എടുത്തേ. പക്ഷേ അതിനുശേഷം അവൻ എന്നോട് വന്ന് കാര്യങ്ങളൊക്കെ പറയായിരുന്നു. എടാ, അതിന് നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പുകച്ചിലുള്ളത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് തന്നെയായാലും നിന്നോട് ഞാൻ പറയായിരുന്നു. നിനക്കറിയാവുന്നതല്ലേ എന്നെ. ആരവേ, മതിയടാ, വിട്ടുകളാ. നിങ്ങളെങ്ങനെ കാണാൻ ഒരു രസമില്ല, പ്ലീസ്. എന്റെ പൊന്നു ധനു, സോറിഡി, ഞാൻ മറന്നുപോയതാ. ഞാൻ ഇന്നലെ വീട്ടിലൊക്കെ നേരത്തെ വന്നതാ. നീ മാമിയോട് ചോദിച്ചു നോക്ക്. പക്ഷെ വന്നതും നിനക്കറിയാലോ, ബെഡ് കണ്ട അപ്പൊ എനിക്ക് ഉറക്കം വരും. ഞാൻ കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ, ഉറങ്ങിപ്പോയി. ഫോണാണെങ്കിൽ സൈലന്റും. ഇതിന്റെ ഇടയിൽ ഞാൻ മറന്നുപോയി. നീ എന്നോടൊന്ന് ക്ഷമിക്ക്, നമുക്ക് ഇന്ന് പോവാം. ദേ, നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഒരക്ഷരം മിണ്ടരുത്. എനിക്കറിയായിരുന്നു നിങ്ങൾ ഇത് എന്തെങ്കിലും മുടന്ന് ഞാൻ പറഞ്ഞു മുടക്കുമെന്ന്. മലപ്പുറം വരാത്തതാ. എനിക്കൊന്നും കേൾക്കണ്ട, നിങ്ങൾ കാണേ വേണ്ട. എന്നെ മുന്നിൽ പോയെ. ഞാൻ സത്യമാടാ പറഞ്ഞേ, എന്നോട് ക്ഷമിക്ക്. മറന്നു പോയതാടാ, അതിന്റെ കൂടെ ഉറങ്ങിയും പോയി. എനിക്കറിയാം എന്റെ തെറ്റാണ്. പ്ലീസ്, നമുക്ക് ഇന്ന് പോവാടി. ആ അതെ, നിങ്ങളിപ്പോ മറക്കുകയും ഉറങ്ങിയൊക്കെ ചെയ്യും. എനിക്കറിയാം നിങ്ങൾ ഒരു ഉറക്കഭ്രാന്തനാന്ന്. അല്ലെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹമില്ല, പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ. ഇപ്പൊ എന്നെ ഒന്നും വിളിക്കാറില്ല, എന്നോട് മര്യാദക്ക് സംസാരിക്കാറില്ല. എനിക്കിനി ഒന്നും കേൾക്കണ്ട. താനു, നീ ഇങ്ങനെയൊന്നും പറയല്ലേ. നിനക്കിപ്പോ എന്താ, സിനിമക്ക് പോണം, നമുക്ക് പോവാന്നേ. വേണ്ട, എനിക്ക് കാണണ്ട. നിങ്ങൾ നിങ്ങളെ മറ്റോളെയും കൊണ്ട് പോ. ഉറപ്പാണോ? ഞാൻ കൊണ്ടുപോകും. ഏതായാലും ഞാൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തതാ. ഓഹോ, അപ്പൊ അതുണ്ടായിരുന്നു അല്ലേ? എനിക്ക് അപ്പോഴേ തോന്നി. അതാ നിങ്ങൾക്ക് ഇപ്പൊ പണ്ടത്തെ പോലെ എന്നോട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത. നടക്കട്ടെ, നിങ്ങൾ ആരാന്ന് വെച്ചാൽ കൊണ്ടുപോ. ഓക്കെ, ആസ് യുവർ വിഷ്. അല്ലെങ്കിലും എനിക്കറിയാം, നിങ്ങളെ സ്നേഹിച്ച വിശ്വസിച്ച ഞാനൊരു മണ്ടിയാണ്. എന്താ ഈ ചെയ്യുന്നേ? എന്നെ താഴെക്ക്. അത് ശരി, നീയല്ല എന്റെ മറ്റോളെയും കൊണ്ട് പോകാൻ പറഞ്ഞേ, അതല്ലേ ഈ ചെയ്യുന്നേ? വേണ്ട, എന്നെ താഴെക്ക്, എന്നെ താഴെക്കാൻ. തനു, ഞാൻ നിന്നെ താഴെ ഇറക്കില്ല, താഴെ ഇടും. ഇടട്ടെ? വേണ്ട. എന്നാ ആ വാ ഒന്ന് കുറച്ചു നേരത്തേക്ക് പൂട്ടാവോ? എന്നോടുള്ള പിണക്കവും മാറ്റണം. പിന്നെ നീ ദേഷ്യപ്പെടുമ്പോ സത്യം പറഞ്ഞ എന്നെ ക്യൂട്ടാന്നറിയും, കടിച്ചു തിന്നാൻ തോന്നും. അയ്യേ, പൈക്കിളി. ഓ, എന്റെ പിടിച്ചില്ലേ? ഞാൻ ഭയങ്കരയൊക്കെ തന്നെയാ. പിന്നെ നീ ദേഷ്യപ്പെടുമ്പോ ക്യൂട്ടാണെങ്കിലും ഈയിടെയായിട്ട് നിനക്ക് ദേഷ്യം കുറച്ച് കൂടുതലാ. ഓ, അത് കയ്യിലിരിപ്പോണ്ട. പിന്നെ പറയുന്ന ആള് കണക്കാണല്ലോ.
എനിക്ക് ദേഷ്യം കൂടുതലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കവും കുറച്ച് കൂടിയിട്ടുണ്ട്. உன் பேர நானே ഓ, നീ ചിരിച്ചു കണ്ടല്ലോ, സന്തോഷായി. എന്നാ ഇനി പോവാം. என் தாரகை நீதானடி கண்விழியால் கொல்லாதடி தள்ளாதடி கைவிரலால் சேராமல் போனால் வாழாமல் போவே உன்னை காண എന്താ എന്താ പറ്റി? ആമേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവനുമായിട്ട് അടുപ്പം വേണ്ടെന്ന്? എന്നിട്ട് നീ വീണ്ടും വീണ്ടും എന്തിനാ അവനുമായിട്ട് കൂട്ടുവിടാൻ പോകുന്നേ? എനിക്ക് ഇഷ്ടമല്ലെന്ന് നിനക്കറിയില്ലേ? തീർച്ചയായിട്ടും അത് ഋഷി അവനിപ്പോ പഴയ പോലൊന്നുമല്ല. അതാ ഞാൻ. വേണ്ട, അവൻ മാറിയാലോ ഇല്ലെങ്കിലും അവനുമായിട്ട് ഒരടുപ്പം വേണ്ട. അവനിപ്പോ എന്നെ അങ്ങനെയൊന്നുമല്ല കാണുന്നേ. ഈസ് മൈ ഫ്രണ്ട്. പിന്നെന്താ? സ്റ്റിൽ ഐ ഡോണ്ട് ബിലീവ്. ആരൊക്കെ വിശ്വസിച്ചാലും ഞാൻ വിശ്വസിക്കില്ല. என்று என் விழிகள் ஐயையோ என் ഓക്കെ, ബട്ട് അവന് മാത്രാണോ അതോ? നിന്റെ കാര്യത്തിൽ ഞാൻ ആരെയും വിശ്വസിക്കില്ല. இரவோடு காயும் வெயிலே உன்னாலே உன்னாலே நூலில்லா கதாடியானேனே அடிப்பெண்ணே அடிப்பெண்ணே